എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന അത് നിരോധിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സമയത്ത് അതിനെക്കുറിച്ചുള്ള പല വാർത്തകളും ഇടയ്ക്കിടെ വരാറുണ്ട്. പല റെയ്ഡുകൾ നടക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ പലതും. വീണ്ടും പല ആളുകളെയും പിന്നെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ വീക്ഷണങ്ങൾ. അപ്പോൾ എന്തായാലും വീണ്ടും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഇവിടെ വന്നു. പക്ഷേ പതിവ് പോലെ തന്നെ ആ സംഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആ ഭീകരത എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലകൊള്ളണം എന്ന് പറയുകയും അതിനുവേണ്ടി സ്വയം ഒരു വേട്ടപ്പട്ടികളായിട്ട് ചമഞ്ഞുകൊണ്ട്, കാവൽ പട്ടികളായിട്ട് ചമഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ചിരുന്ന കുറേ ആളുകൾ അവർ ഇപ്പോൾ എന്താ പറയുക, നിശബ്ദരായിട്ട് ഇരിക്കുന്നൊരു അവസ്ഥയും കൂടി വരുമ്പോൾ ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പറയുകയാണ്, ഇത് രണ്ട് ഭാഗമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഒന്ന്, ഈ വാർത്തയും ഈ വാർത്തയിൽ പറഞ്ഞിട്ടുള്ള സംഗതികളിലെ അതിലെ വിശദാംശങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം അത് സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതേ വിഷയത്തിൽ നമ്മൾ മുന്നേ നടത്തിയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ആ വിഷയം, അതിലെ ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. അത് രണ്ടും കൂടി ചേർത്ത്, അതായത് ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞ പോലെയുള്ള വാർത്തയും, രണ്ടാമത്തേത് ഈ 2047 ഇസ്ലാമിക രാജ്യമാക്കും ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരൊരു മിഷൻ ഡോക്യുമെൻ്റ് അവർ ഇറക്കിയിരുന്നു, മിഷൻ 2047 എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങൾ അതും കൂടി നമ്മളൊന്ന് നോക്കണം രണ്ടാം ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും കാണുമ്പോൾ കോടതി നിരീക്ഷിച്ച കാര്യങ്ങളും പറഞ്ഞു വെച്ച കാര്യങ്ങളും ഈ വിഷൻ ഡോക്യുമെൻറ്റിലുള്ള സംഗതികളും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് നമ്മൾ ഇവിടെ ശരിക്കും നടുങ്ങി ഇരുന്ന് പോവുക. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്, അത് നന്നായി എന്ന് നമ്മൾ പറയുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് അപ്പോഴാണ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഭാഗവും കാണാൻ നിങ്ങൾ ശ്രമിക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യ ഭാഗമെങ്കിലും നിങ്ങൾ കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വീഡിയോ നീളം കൂടും, അത് കാര്യമാക്കേണ്ട. നിങ്ങൾക്ക് നിർത്തി സ്പീഡ് കൂട്ടിയൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനുള്ള സംവിധാനങ്ങൾ യൂട്യൂബ് ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് അതിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ്, ഡൊണേഷൻസും മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻസ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ദിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ ദ റൈറ്റ് വിങ് മീഡിയാസ്. അതിൽ തന്നെ ഓർഗനൈസർ എന്ന് പറയുന്ന മീഡിയയാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൂടുതലൊന്നും എടുത്ത് പറയാനില്ല, കോടതി വിധി തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അത് തന്നെയാണ് ഓർഗനൈസർ എഴുതി വെച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഓർഗനൈസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റ് മാധ്യമങ്ങൾ ഇത് പറഞ്ഞാൽ അവരുടെ കഞ്ഞുകുടി മുട്ടുമോ എന്ന പേടി കൊണ്ടും അല്ലാതെ തന്നെ നിക്കറിൽ മുള്ളി നിൽക്കുന്ന അവസ്ഥയും ഉള്ളതുകൊണ്ട് അവരിതൊന്നും വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. ഇതിലെ വിശദാംശങ്ങൾ പോലും പുറത്തേക്ക് പറയുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ണും മൂക്കും നോക്കാതെ, മേലും കീഴേയും നോക്കാതെ ഇതെടുത്ത് പറയാൻ ഇവിടെ ഓർഗനൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ജനം, എൻ്റെ സ്വന്തം ജനം TV, അങ്ങനെയുള്ള ചില സംഗതികളല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല എന്നതുകൊണ്ട് അത് തന്നെ എടുത്ത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെടുക്കുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ പരാതിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് എടുക്കാൻ പാകത്തിന് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ എടുത്തിരിക്കും. ഇവർക്ക് പരസ്യം കൊടുക്കുന്ന പോലെ ഫ്രീ ആയിട്ട്. ദിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ ലെഫ്റ്റ് വിങ് മീഡിയ എന്നും കൂടി ഞാൻ പറഞ്ഞേക്കാം. അത് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഡൽഹി ഹൈക്കോർട്ട് അവർ നടത്തിയ ഒരു വിധി, അതായത് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിലിങ്ങനെയാണ്, PFI പ്ലാൻ ടു റീപ്ലേസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്ത്യയുടെ ഭരണഘടന അത് റീപ്ലേസ് ചെയ്യാൻ അവിടെ പദ്ധതിയിട്ടു പോപ്പുലർ ഫ്രണ്ട് എന്ന് തന്നെയാണ് അവിടെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റിയിട്ടൊന്നുമില്ല, പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്, RSS എന്നല്ല. വിത്ത് ശരിയ ലോ, ഹിന്ദു നിയമം അല്ലെങ്കിൽ മനുസ്മൃതിയല്ല, ശരിയ ലോ എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സൂക്ഷിച്ച് വായിക്കുക, അക്ഷരമൊന്നും തെറ്റിയിട്ടില്ല. ആൻഡ് കിൽ ഹിന്ദു ലീഡേഴ്സ് ബൈ 2047. 2047 ആകുമ്പോഴേക്കും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹിന്ദു നേതാക്കളെയൊക്കെ കൊന്നു തള്ളുകയും ഇവിടുത്തെ ഭരണഘടന എടുത്ത് കുപ്പയിലെറിയുകയും എന്നിട്ട് അവിടെ ഈ ശരിയ ലോ അല്ലെങ്കിൽ ഖുർആൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് അവിടെ പദ്ധതിയിട്ടത് എന്ന് ഹൈക്കോർട്ട് നിരീക്ഷിക്കുന്നു. അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുന്നു.
ജാമ്യം നിഷേധിക്കുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ട വാർത്ത. ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. എന്താണ് അവിടെ ഹൈക്കോടതി പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും വാർത്തയിൽ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് തലക്കെട്ട് മാത്രം ഒന്ന് വായിക്കുകയാണ്. The target of the Popular Front of India was to challenge the unity and sovereignty of India. നമ്മളുടെ ഭാരതം എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഐക്യവും അതിൻ്റെ അഖണ്ഡതയും അതിനെ തകർക്കുക, അതിനെ ചലഞ്ച് ചെയ്യുക എന്നത് തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. The Delhi High Court observed in its judgment denying bail to E. Abu Bakr in the case registered against him under the Unlawful Activities Prevention Act UAPA. UAPA ആണ് ഇവർക്കെതിരെയൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളത്. NIA ആണ് അതിനൊക്കെ മുൻകൈ എടുത്തതൊക്കെ നമുക്കറിയാം. അവർക്കൊക്കെ വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം എന്തെന്നുള്ളത് അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിരിക്കുന്നു. അപ്പോൾ കോടതിയുടെ ആ ഒരു വേർഡിക്റ്റ്, ആ വിധി പകർപ്പ് ഇതാണ്. ഇത് അയച്ചു തന്ന സുഹൃത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എന്തായാലും അയച്ചു തന്ന സുഹൃത്തിന് വലിയ നന്ദി. അതിൽ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഞാൻ ഇത് സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ സൂം ചെയ്ത് കഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ 2 വിരലുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ വായിക്കാം, വിശദമായിട്ട് വായിക്കാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൈക്കോർട്ട് ഓഫ് ഡൽഹി അതിൻ്റെ വിധി പകർപ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടെടുത്ത ആ ഒരു ഫാക്ച്വൽ ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ ബാൻ ചെയ്ത സമയത്ത് ഒരുപാട് വാർത്തകളും അതിനോടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്ന കൂട്ടത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചു, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തത് ഇങ്ങനെയാണ്. RSSൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും എന്തുകൊണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ ചെയ്തതുണ്ട്. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ കാണാം. അതും വേറെ തന്നെ ഒരു വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും ഇതിലും നമുക്ക് പരിശോധിക്കാനുള്ളത് എവിടെയാണ് ആ വ്യത്യാസം കിടക്കുന്നത് എന്ന് തന്നെയാണ്. ഏതാണ് രാജ്യം അതിൻ്റെ അഖണ്ഡത നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, ഏതാണ് ഭരണഘടനയെ നിലനിർത്താൻ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സംഘികൾ എന്ന് അവർ വിളിക്കുന്ന ആളുകളായാലും രണ്ടുപേരും പറയുന്നത് ഇന്ത്യയെ സംരക്ഷിക്കണം, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ എന്ന് തന്നെയാണ് നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഏറ്റവും വലിയൊരു ആപ്തവാക്യം. അവർ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ വൈറ്റത്തൊന്ന് ഇങ്ങനെ കിളിയാക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മേ ഉമ്മ എന്നൊന്നല്ല വിളിക്കുക, റിപ്പബ്ലിക്കിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉണരുക പോലും. അങ്ങനെ അത്രയും ഇങ്ങനെ പാടി പതിഞ്ഞൊരു സാധനമായിരുന്നു റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. പക്ഷേ ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകളിൽ ഈ 2 കൂട്ടരെ നിങ്ങളെടുത്ത് കഴിയുമ്പോൾ അതിൽ ആരാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം. നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കണം. ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്നത് അത് 1-ാം നമ്പർ തക്കിയായിരുന്നു, അല്ലെങ്കിൽ 1-ാം നമ്പർ കപടവാദമായിരുന്നു. അവർക്ക് അതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അത് അവരുടെ ലക്ഷ്യം അത് നേടുന്നത് വരേക്കുമുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചെറിയൊരു ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന് പറയുന്ന സാധനം എന്ന് നമുക്ക് അതേസമയം ഇതുവരേക്കും അതങ്ങനെയല്ല, അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങളുടെ അത്തരം കാര്യങ്ങളിലുള്ള നിലപാട്. അത് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടും മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, അവരുടെ നേതാക്കളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോഴായാലും അതിൽ ഏറ്റവും താഴേക്കട നിൽക്കുന്ന ആളുകളോട് പോലും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തുറന്നു പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഏതായാലും മറിച്ച് ഒരു തെളിവ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമുക്ക് മറിച്ച് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒറ്റ ശ്വാസത്തിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ അന്നും ഇന്നും പറയുന്ന കാര്യം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നന്നായി എന്ന് വീണ്ടും ആവർത്തിച്ച് പറയും എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കോടതി വിധിയിൽ നിങ്ങൾക്ക് ആ മഞ്ഞയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. ലെറ്റ് us take note of the relevant facts എന്ന് പറഞ്ഞ് കോടതി അങ്ങ് തുടങ്ങുകയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് had credible information that the members, office bearers and cadres of Popular Front of India, along with others, were conspiring, raising or collecting funds within India or from abroad for committing or getting committed terrorist acts in various parts of India, including states of Kerala, Tamil Nadu, Karnataka, Uttar Pradesh and
ഡൽഹി എക്സെട്ര. ഇതാണ് അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കൺസ്പിറസി അവിടെ നടത്തിയിരിക്കുന്നു, ഗൂഢാലോചന നടത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ ഫണ്ട് കളക്ട് ചെയ്യുകയും അത് കൈമാറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് കോടതിയിൽ സമർപ്പിച്ചു. കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ജാമ്യം നിഷേധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി ഞാൻ മഞ്ഞയിൽ രേഖപ്പെടുത്തിയത് മാത്രമേ വായിച്ചു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് സൗകര്യപൂർവ്വം ഇത് പോസ് ചെയ്ത് വായിക്കാം ബാക്കിയൊക്കെ. ഇനി ഈ പറയുന്ന വ്യക്തി, നമ്മളുടെ അബൂബക്കർ എന്ന് പറയുന്ന ഈ മഹാൻ, ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത ആൾ, അദ്ദേഹം ഇതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹം ഈ വയസ്സാങ്കാലത്ത് വഹിച്ചിരുന്ന ആ പദവി എന്ന് പറയുന്നത് അത്രമാത്രം മഹത്തരമായ ഈ റിപ്പബ്ലിക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു പൊസിഷനായിരുന്നു. അത് നിങ്ങൾക്ക് അവിടെ കാണാം. മറ്റൊന്ന്, ഇതിൻ്റെ ഈ പറഞ്ഞ വ്യക്തി were involved in the acts preparatory to the commission of terrorist act with an intention to strike terror in the minds of general public, and they were also involved in recruiting, അതുപോലെ പല കാര്യങ്ങൾ, ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്, പ്രൊവൈഡിങ് ട്രെയിനിങ് ടു മെമ്പേഴ്സ് ആൻഡ് അതേഴ്സ് ടു കമ്മിറ്റ് ടെററിസ്റ്റ് ആക്ട്സ്. These persons were also involved in processes of radicalizing and recruiting Muslim youths to join proscribed organizations. നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാഡിക്കലൈസ് ചെയ്തുകൊണ്ട് അവരെ അതിലേക്ക് എത്തിക്കുന്നതിനും വരെയുള്ള പ്രവൃത്തികളിൽ ഇദ്ദേഹവും കൂട്ടാളികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്ത് ഈ തരം ടെററിസ്റ്റ് ആക്ട്സ്, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ടെററിസ്റ്റ് ആക്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് മാഷ കൈവിട്ട് ഒരു ഉദാഹരണമാണ്. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. നമ്മളുടെ ബേക്കറി ലഹള പോലെയുള്ള ചില ഹർത്താൽ ആഹ്വാനം ചെയ്തതുപോലും ഇവരുടെ കുബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള സാധനമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള പല പല വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് സമൂഹത്തിൽ ടെറർ അഴിച്ചുവിടുക എന്ന് പറയുന്നത്, ഇസ്ലാമിക് ടെറർ, ഇസ്ലാമിക് ഒരു റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ സമൂഹത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു സാധനം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ടെറർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്. ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ പോലും അവരെന്തിനാണ് അവർ ചെയ്യുന്ന സംഗതികൾ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ടെലഗ്രാമിലൂടെ അയച്ച് നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഇട്ട് തരുന്നത് എന്ന് ചോദിച്ചാൽ, ദേ നോക്കിക്കോ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അനുസരിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പാണ് ആ പറയുന്ന ടെറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടെററൈസിങ് നേച്ചർ തന്നെയാണ് ഇവരും ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന NDF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വേഷവിധാനത്തിൽ പോലും ഇപ്പോൾ സിനിമാ തിയേറ്ററുകൾക്കൊക്കെ തീയിടുന്ന പരിപാടി, അതുപോലെയുള്ള പരിപാടികൾ പോലും ചെയ്തു വെച്ചത് ഇവരായിരുന്നു. അതുകൂടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പട്ടികളെ ഓടിച്ചിട്ട് വെട്ടുന്ന കഥ, അതുപോലെ വാഴ നിർത്തിയോടത്തൊക്കെ വെട്ടിയിടുന്ന പരിപാടി, ഈ കൊലയ്ക്കും വെട്ടിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടി വരെ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടായി. അത് ഇവരാണ് എന്നുള്ള സംശയം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. അതാണ് എന്ന് തന്നെയാണ് ഒരു പരിധിവരേക്കും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ടെറർ എന്ന് പറയുന്നതും ഇതുപോലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതായാലും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം അതിൻ്റെയൊക്കെ മുകൾ നിലയിൽ നിൽക്കുന്ന ഇതിൻ്റെ ആ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അതിൻ്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന വ്യക്തി. അപ്പോൾ അവർ ചെയ്തിരുന്ന പ്രവൃത്തി ഇന്നതാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതിവിടെ പറയുന്നത്. ഇനി അടുത്തത്, ഇറ്റ് വാസ് aware that they were promoting enmity against different groups. ശത്രുത വളർത്തുക, thereby causing communal disharmony in the society and provoking Muslim youths to commit violent and unlawful activities while supporting and furthering the proscribed terrorist organizations like ISIS, നമ്മളുടെ അറിയാലോ ഐസിസിനെ, ആൻഡ് സിമി, അതൊക്കെ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. പക്ഷേ അത്തരം സംഘടനകളെ പോലും അതിലേക്ക് പോലും ആളുകൾ എത്തിക്കുന്നതിനുള്ള ഒരു പിടിവള്ളിയായിട്ട് അതിലേക്ക് എത്തുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് ഇവർ അതിന് വർത്തിച്ചിരുന്നത്. എങ്ങനെയാണ് അവർ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് വായിക്കാം കേട്ടോ, ഞാൻ മുഴുവൻ വായിച്ചു പോകുന്നില്ല. അതുപോലെ ഇതിൻ്റെ 11 അവിടെ നിങ്ങൾക്ക് കാണാം. During the course of investigation, plentiful of evidence was collected which suggested that PFI was acting through its NEC members, including appellant Abu Bakr E., and they had conspired and covertly aimed to establish Islamic Sharia law in India by or before the year 2047 by overthrowing the democratic and constitutional system of government by raising an army of jihadists who would lead the armed struggle for establishing caliphate in India and to achieve
സെഡ് ഒബ്ജക്റ്റീവ്, അതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി അവർ ചെയ്തു വെക്കുന്നു. എന്താണെന്ന് മനസ്സിലായല്ലോ, ഞാൻ കൂടുതൽ വിശദീകരിച്ച് കൊളാക്കുന്നില്ല. 2047 വരേക്കും, അതല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ അന്ന്, അപ്പോഴേക്കും ഇവിടെ ഒരു ഇസ്ലാമിക് ഒരു ശരിയ നിയമം ഉണ്ടാകുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, കാലിഫേറ്റാക്കി ഇന്ത്യയെ മാറ്റുക എന്നത് അതിനുള്ള തെളിവുകൾ ലഭിച്ചു. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയൊക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ രീതി? യൂസിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് PFI. നമ്മൾ കണ്ടു ഇവിടുത്തെ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ അവരെ ഇറങ്ങി നീന്തി തുടിച്ച ആളുകൾ രക്ഷിച്ചത് മുതൽ, അതുകൂടാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ കണ്ടിരുന്നു SDPAക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ കേരള ഫയർഫോഴ്സ് ഈ ഫയർ ഫൈറ്റിംഗ് അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ ഡിസാസ്റ്റർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അങ്ങനെ പല പല വഴികളിലൂടെ ഇവരുടെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ടോ അതിൽ കൂടെ ആളുകളെ അവരുടെ സംഘടനയിലേക്ക് ആകർഷിക്കുക. ഇത് തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പണി. ആൻഡ് ഇറ്റ്സ് ഫ്രോണ്ടൽ ഓർഗനൈസേഷൻസ് ടു അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് മുസ്ലിം യൂത്ത്സ്. കണ്ടില്ലേ, മുസ്ലിങ്ങൾ ഭയങ്കര നന്മ മരമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ സംഗതി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? നന്മ എന്ന് പറയുന്നത് അത് മനുഷ്യ സഹജമാണ്. നന്മ ചെയ്യാനുള്ള ചോദന അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇസ്ലാം അത് അവരുടെ മതം വളർത്താനുള്ള ഒരു ചട്ടുകമായിട്ട്, ഒരു ചൂണ്ടയായിട്ടാണ് അതിനെ ഉപയോഗിക്കുക. നന്മ ചെയ്യണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ആകണം എന്ന് മാത്രമല്ല, മുസ്ലിം ആയിരിക്കാൻ നന്മ ചെയ്തിട്ടേ കാര്യവുമുള്ളൂ എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ, ഏതുപോലെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറയുന്ന ആൾ എത്ര തന്നെ നീന്തി തുടിച്ച് നിങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ആൾ രക്ഷിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ നരകത്തിലേ പോവുള്ളൂ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എത്ര തന്നെ നിങ്ങൾ അരി ദാനം ചെയ്തിട്ടും കാര്യമില്ല, അത് നിങ്ങൾ നരകത്തിലേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, നിങ്ങൾ മുസ്ലിം ആകണം എന്നുള്ളത്. മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രം അവർ നന്മ ചെയ്യുമ്പോഴാണ് അതിനൊരു എക്സ്ട്രാ ഒരു ഇതുപോലുള്ള സാധനങ്ങൾ കൂടി ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഡേഞ്ചറാണ് സമൂഹത്തിലേക്ക് വെക്കുന്നത്. അത് മുസ്ലിങ്ങളിൽ ഒരു മോറൽ ഹൈ ഉണ്ടാക്കുകയും അവർ കൂടുതൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയും, അങ്ങനെ ആകർഷിക്കപ്പെടുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആര് എന്ന് തപ്പി നോക്കുമ്പോൾ അവിടെ പോപ്പുലർ ഫ്രണ്ട് നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ അവരിലേക്ക് എത്തുകയും, അങ്ങനെ അവരിലൂടെ അതിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോപ്പുലർ ഫ്രണ്ട് പറയുന്ന ബാക്കിയുള്ള ഈ ടെററിസം അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും കൂടി അവരെ കൊണ്ടെത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അപ്പോൾ മുസ്ലിം യുവതയെ ചൂണ്ടയിട്ട് പിടിക്കാനുള്ളൊരു സാധനം മാത്രമാണ് ഈ നന്മയും ഈ നന്മ മരങ്ങളും എന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി അടുത്തത്, ഇൻസൈറ്റിംഗ് എൻമിറ്റി ആൻഡ് ഹേറ്റ്രഡ് അഗെയിൻസ്റ്റ് ദ ഹിന്ദുസ് ബൈ പ്രൊപ്പഗാൻഡ ഓഫ് ഇസ്ലാം ഇൻ ഡേഞ്ചർ ഇൻ ഇന്ത്യ. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, ഇസ്ലാമിന് എന്തോ വലിയ സംഭവം നേരിടാൻ പോകുന്നു, ഇവിടെ വംശഹത്യ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിലവിളി അത് ഏറ്റവും കൂടുതൽ ഈ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ട് എന്തിലും ഏതിലും എൻ്റെ വേഷമാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു ഈ ശാസ്ത്രം തിരികൊണ്ട് മതം വളർത്താൻ വേണ്ടി നടക്കുന്ന കുറേ എൻട്രൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ. അവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ മറവിൽ പോലും നടക്കുന്നത് മതപരിവർത്തനമാണെന്ന് പറയുമ്പോൾ അത് എത്ര പേർക്ക് ദഹിക്കും? നിങ്ങൾ അവരെ തിരിച്ചറിയണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഇതുപോലെ പറഞ്ഞ് ഏതിലും എവിടെയും മതം തിരുകുകയും അതുകൂടാതെ അതിലൂടെ മതപരിവർത്തനം എന്ന് പറയുന്നൊരു ലക്ഷ്യം പോലും അവിടെ വെക്കുകയും അതിൽ തന്നെ അതിനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്ന് തടിയൂരാൻ നോക്കുകയും ചെയ്യുന്ന ഈ ഒരു കോപ്പിലെ പരിപാടി അത് നമ്മൾ തിരിച്ചറിയണം. അത് അനുവദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇതിനെ തടയാനുള്ള ഒരേ ഒരു വഴി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അവർ പറയുന്നത് കേട്ട് പിന്തിരിയാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിരന്തരം പറയുന്നൊരു കാര്യമായിരിക്കും മുസ്ലിങ്ങൾ അപകടത്തിലാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നൊരു സാധനം, അതിവർ പറഞ്ഞുകൊണ്ട് നടന്നു. അടുത്തത്, ഐഡൻറ്റിഫൈങ് മുസ്ലിം യൂത്ത് ഗളിബിൾ ടു സച്ച് പ്രൊപ്പഗാൻഡ ആൻഡ് റാഡിക്കലൈസിങ് ദം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജിഹാദ്. അതായത് ഈ നന്മ മരമായി ചമഞ്ഞ് ഈ നന്മ ചെയ്യുന്ന കൂട്ടമായി നിറഞ്ഞു നിന്ന് അതിലൂടെ ആളുകൾ എത്തിക്കഴിയുമ്പോൾ അവിടെ എത്തുന്ന മുസ്ലിം യുവതയെ പതിയെ റാഡിക്കലൈസ് ചെയ്ത് ജിഹാദിന് വരെ അവിടെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു എന്നും കൂടിയാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അടുത്തത്, ഓർഗനൈസിങ് ടെററിസ്റ്റ് ക്യാമ്പ്സ് വെർ ആംസ് ട്രെയിനിങ് വാസ് ഇമ്പാർട്ടഡ് ഫോർ കമ്മീഷൻ ഓഫ് വയലൻറ്റ് ആൻഡ് ടെററിസ്റ്റ് ആക്ട്സ്. പറയുന്നില്ല എന്താണ് എന്നുള്ളത്. അതുപോലെ വയലൻ്റായിട്ടുള്ള വയലൻസും ടെററിസവും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസും അതുപോലെയുള്ള സംഗതികൾ വരെ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് വരെ അവിടെ കൊടുക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. പിന്നെ അടുത്തത്, റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഡിസ്ബേഴ്സിങ് ദം. ഫണ്ട് പിരിക്കുക, വിതരണം ചെയ്യുക. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ ഇവർ വന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് RSS ഫണ്ട്, പണ്ട് ജൂത ഫണ്ടായിരുന്നു, എൻ്റെ സ്വന്തം ജൂത കൊടി അവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പണ്ടതാ പറയാറ്, എല്ലാം ജൂത ഫണ്ട്,
പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് സംഘി ഫണ്ടായി. എന്തുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അവരുടെ ശീലം ഇതായതുകൊണ്ട്, അവരുടെ രീതി അതായതുകൊണ്ടും അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും ബാക്കിയുള്ള ആളുകൾ അത് തന്നെയാണ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അവർക്കത് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കോടതിയും അത് ശരിവെക്കുന്നു. അതായത് റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഡിസ്പേഴ്സിങ് ദം. അങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഒപ്പിടുന്ന വ്യക്തി കൂടിയായിരുന്നു, ഒരു ചീഫ് സിഗ്നറ്ററി ആയിരുന്നു നമ്മളുടെ ഈ ഈ ബെയിൽ അപേക്ഷ കൊടുത്ത നമ്മുടെ മഹാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ്. ഇനി അടുത്തത്, ക്രിയേറ്റിംഗ് ഹിറ്റ് സ്ക്വാഡ്സ് ബൈ റിക്രൂട്ട്മെൻറ്റ് ഓഫ് റാഡിക്കലൈസ്ഡ് മുസ്ലിം യൂത്ത് ടു എലിമിനേറ്റ് ഹിന്ദു ലീഡേഴ്സ് ആൻഡ് ടു ക്രിയേറ്റ് ആൻ ആർമി. ഈ ഹിന്ദു ലീഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരാന്നാണ് വിചാരിക്കുന്നത്? ആരെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതായത് ഹിന്ദു മതം, അതുപോലെ തന്നെ അവരുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റ് പാർട്ടി, പ്രധാനമായിട്ട് ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കളെ തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പല കൊലപാതകങ്ങളും അതിൻ്റെ പിന്നിൽ SDPIക്കാരുണ്ടാകുന്നത് പോലും. ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന ആ കൊലപാതകത്തിൻ്റെ വിധിയൊക്കെ നമ്മൾ കണ്ടു. അതിൽ എന്താണ് അവിടെ നമ്മൾ കണ്ടത്? ആ കൊലപാതകം നടത്തിയ SDPIക്കാരൻ അയാളുടെ കയ്യിലുണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് കൊല്ലണം എന്നുള്ള ആ ഹിറ്റ് ലിസ്റ്റുമായിട്ട് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിലുണ്ടായിരുന്ന ആളെയാണ് ഈ കൊന്നത്. മാത്രമല്ല വേറെയും ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നും കൂടി കണ്ടെത്തുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഇത് കറങ്ങിത്തിരിഞ്ഞ് ഈ 2047 മിഷൻ 2047 അത് നീണ്ടു ചെല്ലുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിനെ നിരോധിച്ചതിന് ശേഷവും നമ്മുടെ നാട്ടിൽ കണ്ടെത്തുന്നു റെയ്ഡുകളിലൂടെയും മറ്റും. അവിടെയാണ് ഇതിൻ്റെ അപകടം നമ്മൾ പറയുന്നത്. ഇനി അടുത്തത്, വി മേ ഓൾസോ നോട്ട് ദാറ്റ് ക്രിയേറ്റിംഗ് ഹിറ്റ് സ്ക്വാഡ്സ് ടു by recruitment of radicalized Muslim youth to eliminate Hindu leaders and to create an army. അതിൻ്റെ ഒരു ആർമി തന്നെ ഉണ്ടാക്കുന്നു. അടുത്തത്, inciting its members to join ISIS and implement ISIS tactics for establishment of caliphate in India. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഐസിസ് ഇസ്ലാമല്ല എന്ന് പറയുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറയുന്നത്. ഇന്ത്യയിൽ കാലിഫേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന, പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അത് വെറുതെ എക്സാമ്പിളായിട്ട് എടുക്കുകയല്ല, അത് കോപ്പി ചെയ്ത് ഉദ്ദേശിച്ചത് അത് ഐസിസിൻ്റെ ടാക്ടിക്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചത് കാണാം. ഇനി അടുത്തത് 12, we may also note that charge sheet indicates that Ansad Badruddin, a PFI cadre, along with Firoz Khan, were arrested by UP ATS in Lucknow on 16/2/2021 when they were planning to cause bomb blasts on the occasion of Basant Panchami with the objective of striking terror amongst the people of a particular religious community. ഏതാണ് ബസന്ത് പഞ്ചമി? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയിൽ നടക്കുന്ന പല റിലീജിയസ് പ്രോസഷൻസിൻ്റെ ഇടയിലേക്കും കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ്? പലതവണ NIA പോലും അന്വേഷിച്ച് തിരിച്ച് കണ്ടെത്തിയ കാര്യമാണിത്. കമ്മ്യൂണൽ ഹാർമണി ഡിസ്റപ്റ്റ് ചെയ്യുക, അവിടെ വയലൻസ് ഇറക്കി വിടുക, ആളുകളെ ഇതുപോലെ അതിനു വേണ്ടി വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, അത് നിരന്തരം ഇവരുടെ പണിയായിരുന്നു. ഏറ്റവും ഒടുവിൽ രാമനവമി അതിൻ്റെ സമയത്ത് നമ്മളുടെ വെസ്റ്റ് ബംഗാളിൽ ഇത് കയ്യോടെ പിടികൂടുകയും ക്യാമറയിൽ ഒപ്പിയെടുക്കുകയും ഈ പണി ചെയ്ത ആളുകളെ അവിടെ തിരിച്ചറിഞ്ഞ് അവിടെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി. 11 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 11 പേരും നല്ല അസൽ കാക്കാമാരായിരുന്നു. എല്ലാവരുടെയും പേരിൽ മുഹമ്മദും ഉണ്ടായിരുന്നു അതിൽ മിക്കവരുടെയും. എന്നുകൂടി അറിയുന്നിടത്താണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേര് മുഹമ്മദാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത്, ഇതുപോലെ പ്രസംഗങ്ങൾ, അതായത് could be seen addressing large gatherings of people and provoking them against Indian government and instigating the crowd towards violence against the persons belonging to a particular religious or political group. നിരന്തരം ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കോടതി അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇനി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവരുടെ ഡാറ്റാബേസിനെ സംബന്ധിച്ചും കാര്യങ്ങൾ. അതായത് such information about the leaders of certain organizations who oppose the ideal. എങ്ങനെയാണ് ഇവർ ഈ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. Information was being collected by the PFI cadres in local areas after conducting reconnaissance of aforesaid leaders' persons. Such database included minute details of the identified persons such as names, parentage, addresses, photographs, occupation, post, designation in the organization, physical attributes of the person, vehicles used by them, timings of leaving and entering the home, mounting of surveillance on targets, then identifying their regular travel routes
ഇതൊക്കെ അവർ നോക്കി തന്നെയാണ് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയ ആളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാഫിയ ഒരു സംഘത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം മാഫിയ തന്നെയാണ്. അതിങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മാഫിയയുടെ പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. There are provocative photos, videos and pamphlets about sensitive issues like Babri Masjid demolition, Gyanwapi Mosque matter, which have either been judicially decided or pending disposal in the court. കോടതിയിലിരിക്കുന്നതോ അല്ലെങ്കിൽ തീർപ്പാക്കിയതോ ആയിട്ടുള്ള ഇത്തരം ആരാധനാലയ നമ്മളെ ബാബറി മസ്ജിദ് വിഷയമായാലും ഗ്യാൻവാപ്പി ആയാലും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെടുത്തു തെളിവായിട്ട്. ഇൻ ദീസ് വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ് ആൻഡ് പാംഫ്ലെറ്റ്സ് ദ അക്യൂസ്ഡ് പേഴ്സൺസ് PFI cadres യൂസ് ദ ടേം ഷഹീദ് എന്നാണ് അവിടെ അവർ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ. ഇതിലൊക്കെ പങ്കെടുത്ത് ആരെങ്കിലും മരിച്ചാൽ അവരെ രക്തസാക്ഷി, ഷഹീദ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഫോർ ബാബറി മസ്ജിദ് ആൻഡ് ആർ അഡ്വക്കേറ്റിംഗ് ദ യൂസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് ദ പീപ്പിൾ നോട്ട് കൺഫോമിംഗ് ടു ദ PFI ഐഡിയോളജി. മെനി ഇൻക്രിമിനേറ്റിംഗ് വീഡിയോസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് വോയിസ് ഓഫ് ഖൊറസാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ സൗത്ത് അൽ ഹിന്ദ് ഐസിസിൻ്റെ ഒരു മാഗസിനാണ്. ആൻഡ് സിമിലർ ഫോറിൻ ജിഹാദി ഗ്രൂപ്പ്സ് ഡോക്യുമെൻറ്റ്സ് പബ്ലിഷ്ഡ് ബൈ അൽ ഷബാബ് മീഡിയ on Kashmir, martyrdom operation and some training motivating videos released by ISIS and Al-Qaeda were found. ഇതെല്ലാം കണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ടു ബി ആൻറ്റി മൈനോറിറ്റി എന്ന് പറഞ്ഞ് അതിനെ ബാഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നതും ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സംഗതിയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ ഇസ്ലാമിക ഭരണം വന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് പറയുന്നൊരു വാദം. ഇത് ആദ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് അല്ല പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ പിന്നോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ എത്തി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗദൂദിയിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിയിലേക്കുമാണ് ഇത് എത്തിച്ചേരുക. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എന്താണ് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു സാധനം, ഇക്കാമത്തുദ്ദീൻ എന്നൊക്കെ പറയുന്ന സാധനം. ഇന്ത്യ ഒരു കാഫിറാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അത് മാറി ഇവിടെ ശരിയ ഭരണം വരണം എന്ന് പറയുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത കൂട്ടം തന്നെയാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാം. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ കാലഘട്ടം അവർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല മുസ്ലിങ്ങളെ. അവർ ഗവൺമെൻറ് ജോബിൽ കയറാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വക്കീലാവാനോ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനോ ജഡ്ജാവാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ല. ഒരു തരത്തിലും ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുന്ന ഒരു പൊസിഷനിലും വരാൻ സാധിച്ചിരുന്നില്ല. കച്ചവടം മാത്രം, അതല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്നത് ആയിരുന്നു ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്താണ് അവരിലൂടെ ഉണ്ടായ സിമി പോലെയുള്ള സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പിന്നീട് ഉണ്ടാവുകയും പിന്നീട് ജമാഅത്ത് ഇസ്ലാമി മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ ടോൺ ഡൗൺ ആകുന്നു. എന്താണ് കാരണം? ഇന്ത്യയിൽ അത് നിലനിൽക്കാൻ അതേ വഴിയുള്ളൂ. അതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് കൊടുക്കേണ്ടിയും വരും. കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഇവരെന്തെല്ലാ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോഴും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത അവർ ഉയർത്തിപ്പിടിച്ചത് വയലൻസോ അതല്ലെങ്കിൽ ഇതിനെതിരെയുള്ള മറ്റു രീതിയിലുള്ള അക്രമങ്ങളോ അല്ലായിരുന്നു. അവർ ഉയർത്തിപ്പിടിച്ചത് ജനാധിപത്യ ബോധവും സെക്യുലറിസവും തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി പോലും അവിടെ പരുവപ്പെട്ട് അതിൽ നിന്നും പിന്നോട്ട് മാറി അവർ ഗവൺമെൻറ് ജോബിന് പങ്കെടുക്കുന്നതും അതിൽ ഭാഗമാകുന്നതും ഇന്ന് വോട്ട് ചെയ്യുന്നത് വരെ ഓക്കെയാണ് എന്ന് പറയുന്നിടത്തേക്ക് മാറേണ്ടി വന്നത്. അത് നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് കൊടുക്കണം. മാത്രമല്ല അങ്ങനെ അവർ മാറിയപ്പോൾ അവിടെ വലിയൊരു പരാതി ഉടലെടുക്കുകയാണ്. അയ്യോ, ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ തീവ്രത പോരാ, ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്നും പറഞ്ഞ് നടക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് സിമി ഇവിടെ അതിരൂക്ഷമായിട്ട് അത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും അവരൊരു വലിയ തീവ്രവാദ കൂട്ടമായിട്ട് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് പോവുകയും അവസാനം ജമാഅത്ത് ഇസ്ലാമി പോലും നേരിട്ട് ഇതിനൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പോലും വരുന്നൊരവസ്ഥ ഉണ്ടായത്. ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ നേതാക്കൾ പണ്ട് പ്രസംഗിച്ചിരുന്നത് ഇന്ന് പ്രസംഗിക്കുന്നു എടുത്തു നോക്കിയാൽ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ കോടതിയിലൊക്കെ പോകാം എന്ന് വരെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ ഡെമോക്രറ്റൈസിങ്, സെക്യുലറൈസിങ്, ആൻറ്റി റാഡിക്കലൈസിങ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഇനിയും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാലക ശക്തികളായിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇത്തരം വീഡിയോസ് പോലും അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിസം പോലും. അതാണ് നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ആ രീതിയിൽ സിമി വരികയും അങ്ങനെ പിന്നെ മുന്നോട്ട് പോയി അവരെല്ലാം ഉയർത്തി വെച്ചത് ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ അത് SDPI ഉണ്ടാക്കുന്നു. അതിനുശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടും ആയി കഴിയുമ്പോൾ അവർ ചെയ്തു വെക്കുന്നത് ഇതേ ആശയം തന്നെ ഒളിച്ചു കടത്താനുള്ള ശ്രമം, അതല്ലെങ്കിൽ തുരങ്കത്തിലൂടെ നടത്താനുള്ള ശ്രമം. ഇതാണ് അവരുടെ പരിപാടി. തുരങ്കം വിട്ട് കളിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് കാണാം 15ാമത്തെ ഭാഗം. They were involved in radicalizing and recruitment of innocent Muslim youth with objective to form
PFI army and planning to attack and kill targeted persons and to overthrow the democratically elected government of India and to establish Islamic Caliphate by 2047. എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഞെട്ടലൊന്നും തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ അട്ടിമറിക്കാൻ പോകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ആയതുകൊണ്ടും അവർ അവിടെ അട്ടിമറിച്ച് അവിടെ എടുത്തു വെക്കാൻ പോകുന്നത് ഖുർആൻ ആയതുകൊണ്ടുമാണ്. അതേസമയം അട്ടിമറിക്കാൻ പോകുന്നത് RSSും എടുത്തു വെക്കുന്നത് മനുസ്മൃതിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളാകെ ഞെട്ടിത്തരിച്ചൊരു പരുവായിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ നിങ്ങൾ കിടപ്പിലായിട്ടുണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഞെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് ഞെട്ടാൻ വേണ്ടി ഞാൻ വിട്ടുതരികയാണ് എന്നൊന്നും ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഇനി അടുത്തത്, such acts were intended to wage war against government of India and to create communal disharmony in the society and disrupting the sovereignty and integrity of India. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അക്കോർഡിംഗ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, appellant was also integral part of conspiracy and was closely supervising the entire mechanisms of recruitment, radicalization, organizing terror camps in the garb of physical fitness, yoga classes and imparting weapon training. യോഗ പോലും ഇവർ നടത്തിയതെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. He even facilitated transfer of funds into the bank accounts of individuals who were involved in terrorist activities and was authorized signatory of Canara Bank account of Popular Front. PFIയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രധാനി കൂടിയായിരുന്നു. ഇനി അതുകൂടാതെ it has also been alleged in the charge sheet that appellant was previously associated with Students Islamic Movement of India, SIMI, a banned organization. ഇനി അതുകൂടാതെ ബെയിൽ വാസ് സോട്ട്. എന്തിനാണ് ഇദ്ദേഹം ഇവിടെ ജാമ്യാപേക്ഷ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുവർ മെഡിക്കൽ കണ്ടീഷൻ ഇതായിരുന്നു അതിൻ്റെ കാരണം. അതായത് വയസ്സാങ്കാലമാണ്, 10-70 വയസ്സായിട്ടുണ്ട്, അസുഖബാധിതനാണ്, ക്യാൻസർ രോഗിയാണ്, ഒക്കെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ കാണാം. പാർക്കിൻസൺസ് ഡിസീസ് അലോങ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ആൻഡ് ലോസ് ഓഫ് വിഷൻ, കാഴ്ചയില്ല, പ്രമേഹമുണ്ട്, അതുകൂടാതെ നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥയുണ്ട്, പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്. അതുകൂടാതെ റയർ ആൻഡ് മാലിഗ്നൻറ്റ് ഫോം ഓഫ് ക്യാൻസർ, ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ അഡിനോകാർസിനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസറും ഉണ്ട്. അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്, സർജറി കഴിഞ്ഞതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വയറിൻ്റെയും ഒക്കെ ഒരു വലിയ ഭാഗം എടുത്ത് കളഞ്ഞു. ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരേതായാലും വിക്ടിം ഹുഡാണല്ലോ എടുത്ത് വെക്കാറ്, ഞാനും അത് തന്നെ ഒന്ന് ഉപയോഗിക്കുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ബെയിൽ ആപ്ലിക്കേഷൻ നീക്കുന്നു, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഈ നിലവിളി. അപ്പോൾ ഇവിടെ പറയുന്നത് NIA പറഞ്ഞു ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സ എയിംസിൽ നമ്മൾ കൊടുക്കും, അവിടെ അഡ്മിറ്റായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇദ്ദേഹത്തിന് വിട്ട് കിട്ടിക്കൊണ്ട് അത് കൊടുത്ത് ചികിത്സ നമുക്ക് കൊടുക്കാം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് നടക്കില്ല. ഇവിടെ ഞാനിതൊക്കെ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ മുസ്ലിം സമൂഹം കേരളത്തിൽ എന്ന് പറഞ്ഞത് പാണക്കാട് സാദിഖലി തങ്ങളാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള തീവ്ര സംഘടനകൾ, ഇതുപോലെയുള്ള കൂട്ടങ്ങൾ, അവർ ഇല്ലാത്ത സംഗതി മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, മുസ്ലിങ്ങൾ ഖത്തറേമേ ഹേ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, മുസ്ലിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി രക്ഷയുണ്ട് എന്ന് ഇവിടെ ആദ്യത്തെ ആളല്ല ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രവുമല്ല ഈ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ മുസ്ലിങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, ഈ ഗവൺമെൻറ് ഇന്ത്യക്കാർ ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ പോകുന്നു, വംശഹത്യ ഉണ്ടാക്കാൻ പോകുന്നു, അരിയും മലരും കുന്തിരിക്കൊക്കെ എടുത്ത് വെച്ചോളൂ, പിന്നെ എന്താണ് അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കുന്നു പറയുന്ന ആ വാചകങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ കാണേണ്ടി വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് കാരണം കൊണ്ടാണ്, എന്ത് ഖത്തറയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ഞാൻ ഇവിടെ സംഗതി കേരളത്തിലിരുന്നാണ് എന്നുണ്ടെങ്കിലും കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലിരുന്നു കൊണ്ട് ഒരു കേരള മുസ്ലിമായിട്ട് ജനിച്ചു വളർന്ന എനിക്ക് ഇങ്ങനെ പറയാം, അതായത് എനിക്ക് മുസ്ലിമായിരിക്കെ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഒരു തരത്തിലുള്ള പെർസിക്യൂഷൻ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ എന്ത് തെറി വേണമെങ്കിലും എനിക്ക് പച്ചയ്ക്ക് വിളിച്ച് പറയുക എന്ന ഉള്ള ഒരു അവസ്ഥയും കൂടി എനിക്കുണ്ട്. അത്രമാത്രം ഫ്രീഡം ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഓരോ ദിവസം ഈ നമ്മുടെ മുക്കാൽ മീഡിയയുടെയൊക്കെ ചാനൽ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെ തെറിവിളി തന്നെയാണ് അവിടെ. അത് വിളിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. അത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിം ഇവിടുന്ന് പെർസിക്യൂഷൻ നേരിടുന്നുണ്ടോ? ഇല്ല. ഏത് വിധേനയാണ് ഇവിടെ മുസ്ലിങ്ങൾ പെർസിക്യൂഷൻ നേരിടുന്നത്? തെറി വിളിച്ചതിൻ്റെ പേരിലില്ല. ഞാനത് ആ ഒരു ആംഗിളിൽ അതെടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുസ്ലിം എന്ന രീതിയിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവസ്ഥയും, രണ്ട് ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് പാകിസ്ഥാനിൽ ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥയും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാര്യം വളരെ എളുപ്പമാവും.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ നമ്മൾ കണ്ടൊരു ചിത്രമാണിത്, ഓൾ ഐസ് ഓൺ ഹിന്ദുസ് ഇൻ പാകിസ്ഥാൻ. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലുള്ള ഒരുപാട് ഈ ഹിന്ദു ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വഴി വേറൊരാളെയും കൂടി കോൺടാക്ട് ചെയ്ത് ഞാൻ ഇന്നലെ മെസ്സേജ് ചെയ്തു. അപ്പോഴെന്താ സംഭവിക്കുന്നത്, അവർക്ക് പുറത്തു വന്ന് പറയാൻ സാധിക്കില്ല എന്താണ് പാകിസ്ഥാനിൽ ഹിന്ദു ഫേസ് ചെയ്യുന്നത് എന്ന്. എൻ്റെ ചാനലിലൂടെ വന്ന് ലൈവായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുമ്പോൾ ഒരു 5-6 ആളെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് പോലും വരാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്, പാകിസ്ഥാനിൽ അത്രമാത്രം ഫ്രീഡമാണ് ഹിന്ദുക്കൾക്ക് എന്നതുകൊണ്ട് തന്നെ. അത് പറഞ്ഞ അടുത്ത ദിവസം പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ആൾ ആ ഹിന്ദുവിൻ്റെ വീട്ടിൽ വന്ന് അവരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരുടെ ബാക്കി കുടുംബക്കാരെ അവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നത് തന്നെയാണ്. അതായത് പാകിസ്ഥാനിൽ ജീവിക്കുന്ന ഹിന്ദു ആയാലും പാകിസ്ഥാനിൽ വെളിയിൽ ജീവിക്കുന്ന പാകിസ്ഥാനി ഹിന്ദു ആയാലും അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് പൊതുവിൽ വന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഇന്ന് നിലവിൽ പാകിസ്ഥാനുള്ളത്. അതേസമയം നമ്മളിവിടെ കാണുന്ന എന്താണ്, ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ടും ഇന്ത്യക്ക് വെളിയിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും എന്ത് തരം പച്ചത്തെറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ വിളിച്ച് പറയാം എന്നത് തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഇന്ത്യൻ മുസ്ലിമിനും ഒരു പാകിസ്ഥാൻകാരൻ എന്ന രീതിയിൽ ഒരു പാകിസ്ഥാനി ഹിന്ദുവും ഫേസ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അത് ഉൾക്കൊള്ളാതെ നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടയാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് റിപ്പബ്ലിക്കിനെ സേവ് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ത്യയിലൊരു ഭൂരിപക്ഷ സമുദായം എന്ന നിലയ്ക്ക് ജീവിക്കുന്ന കാശ്മീരി ജനത, അവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ പോലും എന്താ പറഞ്ഞു വെക്കുന്നത്, കാശ്മീർ പഴയ പോലെയല്ല എന്ന് പറയുന്നത് മാത്രമാണ്. അവർ ചില വേദികളിലൊക്കെ പോയി പറഞ്ഞു, കാശ്മീരി ജേർണലിസ്റ്റ് പറഞ്ഞൊരു സംഗതി, നമ്മൾ യാന അമീർ പറഞ്ഞത് നിങ്ങൾ വലിയ വാർത്തയായതൊക്കെയാണ്, ഐ എം ഫ്രീ ആൻഡ് സേഫ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അന്ന് അവർ വെല്ലുവിളിച്ചത് മലാല യൂസുഫ്സായിനെയാണ്. മലാല യൂസുഫ്സായി, ആ മലാലയ്ക്ക് പാകിസ്ഥാനിലിരുന്നു കൊണ്ട് പറയാൻ പറ്റുമോ ഐ എം എ മുസ്ലിം ആൻഡ് ഐ എം സേഫ് ഇൻ പാകിസ്ഥാൻ എന്ന് ഒരു മുസ്ലിമായിട്ട് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയ്ക്കാണ് ഇവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ പേഴ്സിക്യൂഷൻ നടത്തുമെന്ന് പറയുന്ന ഇവിടുത്തെ ഹിന്ദു ഭരണത്തിൻ്റെ കീഴിൽ നിങ്ങൾ പറയുന്ന ഭരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള മുസ്ലിങ്ങൾക്ക് അത് അവിടെ അങ്ങനെ പറയേണ്ടി വരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വിഷയം. അപ്പോൾ നിങ്ങൾ ഈ ബീഫ് കൊലപാതകമോ അതല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റും. കാരണം എന്താണ്, ഒറ്റപ്പെട്ട സംഭവങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ അമർച്ച ചെയ്യാനുള്ള സംവിധാനവും ഒരു ജനാധിപത്യ രീതി ഫോളോ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലുണ്ട്, ഇവിടുത്തെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നടന്നിട്ടുമുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഈ മോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേട്ട ഈ ലിഞ്ചിങ് വാർത്തകൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. 2, അന്ന് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അതിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് ഈ 3ാമത്തെ ടേമിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ പേര് പോലും നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ തിരിച്ചറിഞ്ഞ് അതിന് ആക്ഷനൊക്കെ എടുത്തു എന്നതിൻ്റെ പേരിലും നേരത്തെ എങ്ങനെയാണോ ജമാഅത്ത് ഇസ്ലാമി മൈൽഡായി പോയത് എന്ന് പറയുന്നത്, അതേപോലെ ഇന്ന് ആ പരാതി ഉന്നയിക്കുന്നത് ഈ സംഘപരിവാരങ്ങൾക്കിടയിലുള്ള തീവ്ര സ്വഭാവം കൊണ്ട് നടക്കുന്ന ട്രാഡുകൾ എന്ന് വിളിക്കുന്ന സംഘികൾ, അവരിന്ന് മോദിയെ വിളിക്കുന്നത് മൗലാന മോദി എന്നാണ്. കാരണം എന്താണ്, മോദിക്ക് പഴയ പോലെ മുസ്ലിം വിരുദ്ധതയില്ല എന്നാണ് അവരാരോപിക്കുന്നത്. ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയതിൻ്റെ പേരിലോ ഞാൻ പറയുന്ന കാര്യമല്ല, ഇവിടുത്തെ ട്രാഡുകളായിട്ടുള്ള തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇവിടുത്തെ സംഖ്യകൾ പറയുന്ന കാര്യമാണ് മൗലാന മോദി. എന്താ കാരണം, മോദിക്ക് ഇപ്പോൾ പഴയ പോലെ മുസ്ലിങ്ങളോട് വെറുപ്പില്ല, മോദി മുസ്ലിങ്ങളുമായിട്ട് അടുക്കുന്നു, ക്രിസ്ത്യാനികളുമായിട്ട് അടുക്കുന്നു, പഴയ പോലെ അല്ല എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു, ഇവിടെ ആരെയാണ് നമ്മൾ വിലക്കെടുക്കേണ്ടത്? നമ്മൾ വിലക്കെടുക്കേണ്ടത് അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉള്ള ആളുകളെയാണ്. അതാരാണ്? അത് ഈ ട്രാഡുകളല്ല, അത് ഈ റായ്ത്താസ് എന്നവർ വിളിക്കുന്ന ഈ മോദി ഉൾപ്പെടെ ഇവിടുത്തെ ഗവൺമെൻറ് ചലിപ്പിക്കുന്ന ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ വിലക്കെടുക്കേണ്ടത്. അവരിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അവരാണ് ഈ പറയുന്ന ട്രാഡുകളെ പോലും കൺട്രോൾ ചെയ്യുന്നത് എന്ന് വരുന്നിടത്താണ് അതിൻ്റെ ആ ഒരു വസ്തുത കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ആ രീതിയിൽ റായ്ത്തകളെ ഈ മൗലാന മോദിയെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പോളിസി ബേസിസിൽ അവിടെ ഉണ്ടാകുന്ന തീരുമാനങ്ങളിലെ ശരി തെറ്റ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. അതിൽ തെറ്റായിട്ടുള്ള സംഗതികൾ തെറ്റ് എന്ന് പറയാനും ശരിയായതിന് ശരിയെന്ന് പറയാനും നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഫാർമേഴ്സ് ബില്ല് അത് പിൻവലിച്ചത് അതല്ലെങ്കിൽ നടപ്പിലാക്കാതെ പോയത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നോട്ട് നിരോധനം അത് ഉദ്ദേശിച്ച പോലെ ഫലം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് അത് കൊണ്ടുവരണം, നല്ല കാര്യമാണ്.
ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതും ഉണ്ടാകുന്നു എന്നിടത്താണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും എടുക്കാൻ പറ്റുന്ന സ്റ്റാൻസ്. നിങ്ങൾക്ക് യോജിക്കാനുള്ളിടത്ത് യോജിക്കാനും വിയോജിക്കാനുള്ളിടത്ത് വിയോജിക്കാനുള്ള ആ വഴികൾ തേടിക്കൊണ്ടേയിരിക്കുക, അതിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞു വെക്കുന്നത് പോലെ എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത് അത് വയലൻസ് ആണ്, അത് ഇസ്ലാമിൻ്റെ ഇന്ത്യയുടെ വിമോചനം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2047 ആകുമ്പോഴേക്കും 100 വർഷം തികയും നമ്മളുടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ആ സമയമാകുമ്പോഴേക്കും ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞ് നടന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ ഇവിടെ ഈ ചങ്ങാതി നമ്മളുടെ അബൂബക്കർക്ക മൂപ്പര് ഈ ഒരു വയസ്സാം കാലത്ത് ഇത്രയും അസുഖവും കൊണ്ടുവച്ച് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ നടന്നിട്ട് ഇപ്പം എന്താണ് അവസ്ഥ? മര്യാദയ്ക്ക് ഒരു നേരത്തെ മരുന്ന് പോലും കഴിച്ച് ഈ ഒരു പ്രായത്തിൽ സ്വന്തം വീട്ടുകാരോടൊപ്പം കഴിയേണ്ട ഈ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്നിപ്പോൾ അല്ലെങ്കിൽ മൂപ്പർ ഇന്നിപ്പോൾ ഇതുപോലെ യാതനകൾ നേരിടേണ്ടി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുത്തിക്കഴപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം, എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുഴപ്പമെന്ന് തന്നെ പറയാം. മര്യാദയ്ക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതെ, അത് പോരാതെ ഈ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹൂറികൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ സാധാരണ മുസ്ലിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കൊരു സ്വർഗം തന്നെയാണ്. ഒരു സംശയമില്ലാതെ ഞാൻ പറയും, അത് സ്വർഗമാക്കി നിങ്ങൾ നിലനിർത്തണം. അതിനുള്ള ഏറ്റവും വലിയ ബാധ്യത അത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. കാരണം അതിനെ തകർക്കുന്നത് മുസ്ലിങ്ങളാണ്. അതിന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജർമ്മനിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു കത്തിക്കുത്ത് നടന്നു എന്നാണ് പറയുന്നത്. ഒരു ആൻറ്റി ഇസ്ലാം ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ, അത് ആരാ കുത്തിയെന്നുള്ളത് വരട്ടെ, നമുക്കത് വിശദമായിട്ട് പറയാം. ജർമ്മനിയിൽ ശരിയായ നിയമം വേണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുകയാണ്. അവിടുത്തെ ഡെമോക്രസി വേണ്ടത്രേ മുസ്ലിങ്ങൾക്ക്. കാരണം നീന്തിക്കയറി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ വന്ന ആളുകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അവർ പറയുന്നതാണ് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാമിക ഭരണം വേണമെന്ന്. അതേപോലെ UK പറയുന്നത് അവിടെ ശരിയായ ഭരണം വേണമെന്ന്. അങ്ങനെ ഓരോ സ്ഥലവും നിങ്ങൾ എടുത്ത് നോക്കുക. USA പോലും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇവിടെ ഇനി ശരിയാ മതിയെന്ന്. അപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾക്കറിയില്ല. ഇസ്ലാം അറിയുന്ന ആളുകൾ നിങ്ങളെക്കൊണ്ട് എന്താണ് ചെയ്തു വെപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. അതിപ്പോൾ റഫയിലേക്ക് കണ്ണുനടാൻ പറയുമ്പോൾ മാത്രമല്ല, എങ്ങനെയാണ് നിങ്ങളെക്കൊണ്ട് വളരെ വിദഗ്ധമായിട്ട് അതിലേക്ക് നിങ്ങളെക്കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് മാത്രം എടുത്താൽ മതി അതിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. നുണകളാണ് നിങ്ങളിലേക്ക് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആ വിഷയം ഞാൻ ആവർത്തിക്കുന്നില്ല, എന്നും പറഞ്ഞ് എനിക്ക് മടുപ്പായിട്ടുള്ള കാര്യമായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ഓർക്കണം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഈ ഇന്ത്യ വിഷൻ 2047 എന്ന് പറയുന്ന ഒരു സാധനം, അതിനു വേണ്ടി വഴിവെച്ച ആ ഡോക്യുമെൻറ്റും. അപ്പോൾ ഇനി അത് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം വായിച്ച സാധനങ്ങൾ ഇത് തന്നെയല്ലേ ഇതിനകത്ത് എഴുതി വെച്ചെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. അത് തികച്ചും സാന്ദർഭികം മാത്രമാണ്, യാദൃശ്ചികം മാത്രമാണ്. അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം എന്താണ്, ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതും അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരുന്നിടത്ത് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇത്തരം ബെയിൽ ആപ്ലിക്കേഷൻസ് പോലും ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് 2022 ജൂലൈ മാസത്തിലാണ് ഇത് കണ്ടെത്തുന്നത്. ഡിസ്റ്റർബിംഗ് ഡീറ്റെയിൽസ് എമേർജ് ഫ്രം ഇൻറ്റേർണൽ PFI ഡോക്യുമെൻറ്റ് ഇന്ത്യ വിഷൻ 2047 എന്ന് പറഞ്ഞൊരു വാർത്തകളുണ്ട്. പ്രിൻറ്റിലെയാണ്. കാരണം ഇനിയിപ്പോൾ അത് നിങ്ങൾ സംഘികൾ എന്ന് പറയണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം, അതായത് ടുവേർഡ്സ് റൂൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സമാനമായ ഒരു ഡോക്യുമെൻറ്റ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതേപോലെ നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ഇലക്ഷനിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അവരുടെ പോഷക സംഘടനയോ ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട്. അത് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇനി ഇതിലെന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ബീഹാർ പോലീസ് കണ്ടെടുത്ത ഡോക്യുമെൻ്റാണ്. ഇതിലെഴുതി വച്ചിരിക്കുന്ന അടിവരയിട്ട ആ ബോക്സിനകത്തുള്ള സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഞാൻ വിശദമായിട്ട് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും നടത്തുന്നില്ല. It is found that 9 districts in the country, including Lakshadweep and 8 districts of Jammu and Kashmir, have a Muslim population of 75% or above. Alas, once the ruling community of the country, Muslims, have now been relegated as the second-grade citizens. ഇത് തന്നെയായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായ ഒരു കാരണം. ഓക്കെ, അത് വേറെയാണ്. Islamic identity among everyone beyond the concept of being an Indian. We should begin to recruit and train members into our PE department, wherein they should be given training on attacking and defensive techniques, use of swords, rods and other weapons. ഇത് PFIയുടെ ഡോക്യുമെൻറ്റിലുള്ള സാധനങ്ങളാണ്. In the second stage, we have to strengthen
and spread the narrative of grievances far and wide, endeavor for mass mobilization under the leadership of PFI, and use violence selectively to demonstrate our strength and terrorize our opponents while limiting exposure of our trained cadres to security forces. From all the cadres who are being given PE, those with talent are to be spotted and recruited to be given advanced training on weapons including firearms and explosives. Meantime, party should utilize concepts such as national flag, constitution, and Ambedkar to shield the real intention of establishing an Islamic rule and to reach out to SCs, STs, OBCs. എന്താ ഇവിടെ പറഞ്ഞത്? നകുലേട്ടാ, നമ്മളിപ്പോൾ എന്താ കേട്ടത്? അതായത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്തൊക്കെ? നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അംബേദ്കർ, പിന്നെ നമ്മളുടെ റീച്ച് ഔട്ട് ടു SCs, STs ആൻഡ് OBCs. ഇതാണ് അവിടെ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ തക്കിയ എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ ഇവരുടെ ഈ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഏത് ലെവലിൽ വരെ പോകുമെന്ന് പറയുന്നത്? ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് ആരാണ്? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ അടിവരായിട്ട് പറയുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഇവിടുത്തെ സംഘികൾ നടത്തില്ല. അടിവരായിട്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവൻ കൊല്ലണം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇവർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നടത്തുകയില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളും ഹിന്ദുക്കളാണ്, അവരും ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും നമ്മളിൽപ്പെട്ടവരാണെന്ന് പറയുന്ന ഒരു ഇൻക്ലൂസിവിറ്റിയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഇവരിവിടെ വെക്കുന്നത്. ഇവർ വെക്കുന്നത് കാഫിർ മുസ്ലിം എന്ന വേർതിരിവും കാഫിറുകളെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയും അതോടൊപ്പം തന്നെ അവരുടെ ആ ഐക്കൺസ്, അവരുടെ അത്തരത്തിലുള്ള കൺസെപ്റ്റ്സ് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇതിനെ മുതലെടുക്കുന്ന രീതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ അതാണ് അവർ കണ്ടുവെക്കുന്നത്. ഇവർ ഉപയോഗിക്കുന്ന എന്താണ്? ഒന്നാമത്തെ ആൾ അംബേദ്കറാണ്. ഏറ്റവും കൂടുതൽ ഈ അംബേദ്കർ സ്നേഹവും ദളിത് സ്നേഹവും ഒക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ലക്ഷ്യം അവരെ കയ്യിലെടുത്തുകൊണ്ട് സമൂഹത്തിന് വേണ്ട വിലപ്പെട്ട എന്തോ ഒരു സാധനം കൊടുക്കുന്ന ആൾക്കാരാണ് തങ്ങളെന്ന് വരുത്തി തീർക്കുക, സ്വയം അവതരിക്കാനുള്ള ശ്രമമാണ് അവർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ഇസ്ലാമിക് റൂൾ എന്ന് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി വി വുഡ് റീച്ച് ഔട്ട് ടു എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആൻഡ് ഓൾസോ സ്ട്രൈവ് ടു ഇൻഫിൽട്രേറ്റ് അവർ മെമ്പേഴ്സ് ഇൻ ദീസ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഓർഡർ ടു ഗ്യാദർ ഇൻഫർമേഷൻ ആൻഡ് ഗെറ്റ് ഫേവറബിൾ ഔട്ട്കം ഇൻ മാറ്റേഴ്സ് ഓഫ് അവർ ഇൻട്രസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഏതോ കേസിൻ്റെ ഡോക്യുമെൻ്റ് നമ്മളുടെ കോടതിയിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന സാധനം. ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ നഷ്ടപ്പെടുന്നത്. കാരണം അത് അവർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വി വുഡ് റീച്ച് ഔട്ട് ടു എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ജനാധിപത്യത്തിൻ്റെ ഓരോ തൂണും അവൻ വൽക്കരിക്കുകയാണ്. ആൻഡ് ഓൾസോ ട്രൈ ടു ഇൻഫിൽട്രേറ്റ് അവർ മെമ്പേഴ്സ്. അവരുടെ ആളുകളെ, പടയാളികളെ ഇതിനകത്തേക്കെല്ലാം നുഴഞ്ഞു കയറ്റും എന്നും കൂടിയാണ് പറയുന്നത്. നുഴഞ്ഞു കയറ്റം വിട്ടിട്ടൊരു കളിയുമില്ല എൻ്റെ പൊന്നു സഹോദര. തുരങ്കങ്ങൾ തന്നെയാണ് അവരുടെ ഫേവറേറ്റ്. ഇനി ഫർദർ ലിയസണിങ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ് വിത്ത് ഫോറിൻ ഇസ്ലാമിക് കൺട്രീസ് ഫോർ ഫണ്ടിങ് ആൻഡ് അതർ ഹെൽപ്പ്. അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമാണ്. പ്രധാനമായിട്ടും ജമാഅത്ത് ഇസ്ലാമി ഇവിടെ റൺ ചെയ്തിരുന്നത് ഒരു കാലത്ത് ഇറാനും അതുപോലെ സൗദി അറേബ്യയും പിന്നെ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തുർക്കിയും ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. കാരണം ഈ ഒടുവിൽ നടന്ന വിഷയത്തിനകത്ത് തുർക്കിയുമായിട്ടുള്ള കണക്ഷൻസ് വരെ പുറത്തേക്ക് വന്നിരുന്നു. ഇൻ ദ തേർഡ് സ്റ്റേജ് Party should form close alliances with SCs, STs and OBCs and win elections and at all levels at least in 5 seats. എന്തിനു വേണ്ടിയിട്ടാണ് SCs ദളിതുകളെ കൂടെ പിടിക്കുന്നത് അല്ലെങ്കിൽ OBCകളെ കൂടെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? കാരണം മറ്റുള്ള ആളുകൾക്ക് ബോധമുണ്ട്, അവർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണയും ഉള്ളതുകൊണ്ട് ഇവരുടെ കൂടെ കൂടാൻ സാധ്യതയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായിട്ട് ഇരിക്കുന്ന ആളുകളും അവരൊക്കെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് വരണമെന്ന വലിയ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളായതുകൊണ്ട് അവരെ കൂട്ടുപിടിച്ച് അവരിലൂടെ മുകളിലേക്ക് കയറാനുള്ള ശ്രമം, അതായത് ഡെമോക്രസിയെ പോലും ദുരുപയോഗം ചെയ്യുന്ന പരിപാടി, ഒരു ഡെമോക്രസി ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ എലക്ഷനെ പോലും തങ്ങളുടേതാക്കി മാറ്റുന്ന പരിപാടി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ വോട്ടിംഗ് മെഷീൻ റിഗ്ഗിങ് എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഇവരുടെ ഗൂഢലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. ഇവരാണ് സത്യത്തിൽ ഇവിടെ ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയാൻ ഇറാനിൽ ഇലക്ഷൻ ഒന്നെടുത്ത് നോക്കിയാൽ മതി. എങ്ങനെ ഇലക്ഷൻ നടത്തിയാലും അവിടെ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം എന്താണ്? അവിടെ നടക്കുന്നത് ഈ ഇലക്ഷൻ റിഗ്ഗിങ് തന്നെയാണെന്നാണ് അവിടെയുള്ള സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞു വരുന്നത്. ഇനി ദ പാർട്ടി ഷുഡ് ഗെയിൻ ദ ട്രസ്റ്റ് ഓഫ് 50% ഓഫ് മുസ്ലിംസ് ആൻഡ് 10% ഓഫ് SCs, STs ആൻഡ് OBCs ഇൻ ദിസ് സ്റ്റേജ്. പൊളിറ്റിക്കൽ വിക്ടറീസ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് to further expand the organization and the party. We need to create a split between RSS and SCs, STs and OBCs by projecting that RSS is an organization interested only in the welfare of upper caste Hindus.
നമ്മൾ നേരത്തെ പുഴു എന്ന സിനിമ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. എന്നോ ഉറങ്ങിപ്പോയ അല്ലെങ്കിൽ എന്നോ അപ്രസക്തമായ ഒരു സംഗതിയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ അപ്പർ കാസ്റ്റ് ആ ഒരു വിഷയം, ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സാധനം. പ്രത്യേകിച്ച് കേരളത്തിൽ വെളിയിൽ കുറേയും കൂടി അതുണ്ടെന്ന് നമുക്ക് പറയാമെങ്കിലും കേരളത്തിൽ അതെന്നോ പോയ കാര്യമാണ്. പക്ഷേ അതിപ്പോഴും ഇങ്ങനെ ഊതി വീർപ്പിച്ച് അത് വലിയ സംഭവമാക്കി അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഉച്ചനീചത്വം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ ഒരു ജാതി വിവേചനം അത് നിലനിൽക്കുന്നത് ബ്രാഹ്മണനും ശൂദ്രനോ അല്ലെങ്കിൽ ബ്രാഹ്മണനും ഈഴവനും തമ്മിലല്ല. അത് മാത്രമല്ല, ഈ താഴേക്കടയുള്ള ജാതികൾ അവരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോലും സ്ട്രേറ്റാസ് കണ്ടെത്തി അതിലെ താഴെയും മുകളിലുമായിട്ട് വിഭജിച്ച് തമ്മിൽ തല്ലുകൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നാട്ടിലെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദിവാസി ഗോത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ബ്രാഹ്മണനുള്ളത്? എന്നാൽ പോലും അവരുടെ ഇടയിൽ പോലും ഈ ഉച്ചനീചത്വം കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഉച്ചനീചത്വം എന്ന് പറയുന്നൊരു വിഷയമാണ്. ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അത്തരം ആശയങ്ങളെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്. അതിന് പകരം അത് മുഴുവൻ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് പറയുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു RSSനെതിരെയുള്ള ഒരു സാധനമാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ അവർ സ്വയം മുതലെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിന് വഴിവെക്കുന്നത് ആരാണ്? ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ കൂട്ടം ആളുകളെയാണ് ഞാൻ ഒരു സംഘി ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സാധനത്തിൻ്റെ ഇടയിൽ നമ്മളുടെ ഷെയ്ൻ നിഗത്തിനെ പോലുള്ള ആളുകൾ പോലും അതിലേക്ക് കൂടിച്ചേരുമ്പോൾ അവർ നോർമലൈസ് ചെയ്യുന്ന എന്താണ്? ഇതുപോലുള്ള സാധനങ്ങളാണ്. ആ മാനവിക ബോധം അവർ ഉയർത്തിപ്പിടിച്ചത് അത് മുസ്ലിം ആയതുകൊണ്ടാണ് എന്നോ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം നേരിട്ടപ്പോഴാണ് എന്നോ അതും അല്ലെങ്കിൽ അതിനുവേണ്ടി പറയുന്ന ആളുകളെല്ലാം സംഘി സുഡാപ്പി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും സുഡാപ്പി എന്ന് പറയുമ്പോഴോ സത്യത്തിൽ ഈ റഫേലെ ആളുകളോടൊപ്പം അല്ലെങ്കിൽ ഗാസയിലെ ആളുകളോടൊപ്പം അനുഭാവപൂർവ്വം നിൽക്കുന്ന ഏതൊരാളെയും സുഡാപ്പി എന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? അത് സുഡാപ്പികൾ തന്നെയാണ്. കാരണം അങ്ങനെ വിളിച്ചാൽ മാത്രമാണ് സുഡാപ്പികൾക്ക് കൂടുതൽ ആളുകൾ അവരുടെ കൂടെ കിട്ടാനും അതോടൊപ്പം അവർ ചെയ്യുന്ന ഈ തരം തെണ്ടിത്തരങ്ങൾ അത് നോർമലൈസ് ചെയ്യാനും അതിൽ കുഴപ്പമില്ല എന്ന് വെക്കാനും അതിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു നില അവിടെ ആളുകൾക്ക് കൊടുക്കാനും മുസ്ലിങ്ങളെ പറ്റിക്കാനും അത് തന്നെ വഴി അതിൽ വീണുപോവാണ് നമ്മുടെ ആളുകൾ, മുസ്ലിങ്ങൾ വീണുപോകുന്നു. അതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു RSS എങ്ങനെയാണ് വരുതി തീർക്കേണ്ടതെന്നുള്ളത് അവരാണ് അവിടെ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. അതിലേക്ക് വീണു പോകുന്നു നമ്മുടെ ഇവിടുത്തെ വോക്കുകൾ, ഇവിടുത്തെ കപട ലിബറലുകൾ, കപട സെക്യുലറുകൾ, ഇവിടുത്തെ ഇടതുപക്ഷം എല്ലാവരും അതിലേക്ക് വീണു പോവുകയാണ്. ഇനി we need to discredit existing so-called secular parties by questioning their secularism and projecting the need for Muslims and SCs, STs, OBCs to have their own parties to project their interest. All the frontal organizations should continue the work already being undertaken in previous stages. The PE department should project its strength through the discipline of its members, uniformed marches and intervening physically in the defense of the community wherever required and attacking anyone against its interest. Stockpiling of weapons and explosives should be done in this stage. Okay, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കുന്നില്ല, പോട്ടെ. In the final stage, party should become the undisputed leader and representative of entire Muslim community by sidelining all other Muslim organizations. ഇവിടെയാണ് മുസ്ലിം ലീഗുമായിട്ട് ഇവർ ഒരസൽ വരുന്നത്. The party should also gain the trust of 50% of SCs, STs, OBCs and emerge as the representative too. അവർക്ക് കൂടി വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. At this stage, this vote share should be sufficient for the party to gain political power at national level. Once in power, all important positions in the executive and judiciary as well as the police and army are to be filled with loyal cadres. The doors of all government departments, including army and police, would be open to be filled with loyal Muslims. Okay, and SCs, STs, OBCs to correct the past injustice and imbalances in their recruitment. The actions of our PE department would become more overt and the number of cadres would be exponentially increased at this stage. Those against our interests are to be eliminated. These PE cadres would also act as a safeguard against influence of security forces by our opponents. Adivoli. When we have enough trained cadres and stockpiling of arms, we would declare a new constitution based on Islamic principles in the Quran. External forces would also come for help
അറ്റ് ദിസ് സ്റ്റേജ് നമ്മളെ കാക്കാമാർ അപ്പുറത്തുള്ള ഇറാനൊക്കെ അവിടെ നടുവൊടിഞ്ഞ് കിടക്കുകയാണ് പോട്ടെ. ദർ വുഡ് ബി സിസ്റ്റമാറ്റിക് ആൻഡ് വൈഡ് സ്പ്രെഡ് എലിമിനേഷൻ ഓഫ് അവർ ഒപ്പോണൻസ് ആൻഡ് റിട്ടേൺ ഓഫ് ഇസ്ലാമിക് ഗ്ലോറി. ഇസ്ലാമിക് ഗ്ലോറി പിന്നെ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്ലോറി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അഫ്ഗാനിസ്ഥാനാണ്. ഇനി കറണ്ട് ആക്ഷണബിൾ പോയിൻറ്റ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രീവൻസസ്. We have come a long way forward on this task. Fortunately, the rising Hindutva forces, RSS and their puppet government at the center are giving us enough issues to foment grievances of our brothers and made them to believe that RSS controlled union government is hell-bent to suppress Islam in the country. Okay, the deficit of trust between the government and the Muslim community has become so wide. Muslim community should always be reminded about the atrocities perpetrated upon them during demolition of Babri Masjid, communal riots and lynching of Muslims. അതുകൊണ്ടാണ് ഈ പോത്തർച്ചിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത്. There must be concerted efforts by all state units to make Muslims believe that the RSS-led government was planning to declare India a Hindu Rashtra and drive Muslims out of the country. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഒരു താലിബാൻ മോഡലിലുള്ള ഒരു ഹിന്ദു മതരാഷ്ട്രമാകാൻ ഇന്ത്യക്ക് ആകില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അതങ്ങനെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആളുകളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ അത് ഉണ്ടാക്കിക്കൊണ്ട് നിരന്തരം അവരെ മുൾമുനയിൽ നിർത്തി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യം, അതായത് ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം കൂടിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം. അതിലേക്ക് വഴിവെക്കാൻ ഉള്ള ഗൂഢലക്ഷ്യം അവർ നീക്കുന്നത് ഇത്തരത്തിലാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി മാസ് മൊബിലൈസേഷൻ ഈസ് വൺ ഓഫ് ദ പ്രയോറിറ്റി ഏരിയ ഫോർ അവർ ഓർഗനൈസേഷൻ ഫോർ റീഗെയിനിങ് ഗ്ലോറി ഓഫ് ഇസ്ലാം. ത്രൂ ദ മാസ് മൊബിലൈസേഷൻ അജണ്ട we aim to rally as many Muslims as possible behind PFI, for which we have to reach them and educate them the seriousness of the situation. Mass mobilization includes 3 components: inclusiveness, outreach and engagement. Being an inclusive organization means Popular Front should have space for everyone from the community who want to contribute towards our cause. Outreach means approaching the community by educating them about the issues and setting priorities for the community. Engagement on mobilization means not just limiting our outreach to one-way education, but also engaging the masses to participate in our agenda. Bringing the people to the forefront to strive for their rights will be the expected result of this mass mobilization. ഇനി PFI ഇൻ എവറി ഹൗസ് സ്ട്രാറ്റജി, അതാണ് അവരുടെ ഏറ്റവും, നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ എക്സ് മുസ്ലിങ്ങൾ എല്ലാ വീട്ടിലും 2 വീതമുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാ മുസ്ലിം വീട്ടിലും പോപ്പുലർ ഫ്രണ്ടുകാരും വിചാരിച്ചിരുന്നത് അത് തന്നെയാണ്. പക്ഷേ അത് നടന്നില്ല എന്നതാണ്. നമ്മളൊക്കെ ആ വഴിയിൽ പോയി അതിൻ്റെ വക്കത്തെത്തി, ഒരു വിധത്തിൽ പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. വി ആർ ഗോയിങ് ടു റീച്ച് ദ പോപ്പുലർ ഫ്രണ്ട് ഇൻ എവറി ഹൗസ് ഓഫ് അവർ നേഷൻ. അവർ ടാർഗറ്റ് ഈസ് ടു റിക്രൂട്ട് all eligible members of all families into the organization, party and other frontal wings. If it is not possible, recruit at least one of them to the organization. If not, recruit at least one to the party. If not, recruit any of them to any of our frontals. If that is not also possible, then make them readers of our magazines and articles, or at least readers, viewers at our social media postings. In short, ensure all families are keeping in touch with the organization in any of various possible ways and participate in PFI programs to the maximum extent possible. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു നമ്മളുടെ സിറിയയിൽ, ഇറാഖിൽ ഐസിസ് ഒക്കെ ചെയ്തിരുന്നതും. ഇതുവഴി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന സുന്നി ഫോളോവേഴ്സായിട്ടുള്ള ആളുകൾ വലിയ തോതിൽ ഇതിലേക്ക് കൊണ്ടുവരാനും. ഇവരൊരു പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനെ ടോപ്പിൽ ചെയ്ത് ഉടനെ അവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഈ ആളുകൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ അറിയുന്നതോടുകൂടി അവരുടെ വേഷങ്ങൾ മാറ്റുമ്പോൾ ഉള്ളിൽ ഈ തീവ്രവാദിയായിട്ട് മാറി, അല്ലെങ്കിൽ ആ ഒരു ഐസിസ് ഫൈറ്ററായിട്ട് മാറിയിട്ട് ഉടനെ അവർ ചാടി ഇറങ്ങുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല, തൊട്ടടുത്തുള്ള യസീദികൾ അറിഞ്ഞില്ല, തൊട്ടടുത്തുള്ള കുർദുകൾ അറിഞ്ഞില്ല, ഓ എൻ്റെ അയൽവാസി ഒരു ഐസിസ് ഫൈറ്ററാണെന്ന്. ആ നിമിഷം വരേക്കും, അതുവരേക്കും അവർ ഒളിച്ചും പാത്തും ഒരു സാധാരണ വിശ്വാസിയായിട്ട് വലിയ തക്കവയുള്ള ഒരാളായിട്ട്, ഇത്ര നാൾ നിസ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര നിസ്കാരമുള്ള ആളായിട്ടൊക്കെ മാത്രമേ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വന്നതോടുകൂടി പെട്ടെന്നാണ് അവർ മാറുന്നത്. അങ്ങനെയാണ് നമ്മളുടെ നാദിയ മുറാദിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. നാദിയ മുറാദിൻ്റെയൊക്കെ അയൽവാസികളായിട്ടുണ്ടായിരുന്ന സുന്നികളായിട്ടുള്ള ആളുകളായിരുന്നു ഒരു വലിയ തോതിൽ അയൽ ഗ്രാമത്തിലൊക്കെ ഉള്ള ആളുകൾ ഇവരെ കൊന്നൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്, ഇവരെ റേപ്പ് ചെയ്തിരുന്നത്, ഇവരെ പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കിയതും മാറി മാറി വിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ലൈംഗികമായിട്ട് അവരെ റേപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അയൽവാസികൾ, അയൽ ഗ്രാമത്തിലുള്ള ആളുകൾ. ഇവർ
സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന അങ്ങാടിയിൽ പോകുന്ന വഴിക്ക് എന്നും കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഇവരായിരുന്നു ഇവരെ തേടി പിടിച്ചുകൊണ്ട് വന്നിരുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്ട്രാറ്റജി തന്നെയാണ്. കാരണം എല്ലാ വീട്ടിലും ഓരോ പോപ്പുലർ ഫ്രണ്ടുകാരൻ എന്ന് പറഞ്ഞ പോലെ ഇറാഖിലും സിറിയയിലും എല്ലാ വീട്ടിലും ഓരോ ഐസിസുകാരനായിരുന്നു എന്നതാണ്. ഇനി അടുത്തത്, സ്റ്റേറ്റ് യൂണിറ്റ് ഷുഡ് കണ്ടിന്യൂ ഓർഗനൈസിംഗ് PE ക്ലാസ്സസ് അറ്റ് ഗ്രാസ് റൂട്ട് ലെവൽ ഓൺ പ്രയോറിറ്റി ബേസിസ് അണ്ടർ ദ camouflage ഓഫ് യോഗ സെഷൻസ് ആൻഡ് ഹെൽത്തി പീപ്പിൾ ഹെൽത്തി നേഷൻ ക്യാമ്പയിൻ. നിങ്ങളായിരിക്കും യോഗയും ഇസ്ലാമും എങ്ങനെയാണ് ചേരുക? പോപ്പുലർ ഫ്രണ്ടുകാർ എങ്ങനെയാണ് ഈ പറയുന്ന നാഷണൽ ഫ്ലാഗും കോൺസ്റ്റിറ്റ്യൂഷനും അംബേദ്കറും ഇവർക്ക് എങ്ങനെയാണോ തുണയായത് ഈ വഴിയിലേക്ക്, സമാനമായ രീതിയിൽ അവരുടെ വഴി എന്താണ് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയുന്ന ഗീതയിലെ ഉപദേശം അതുപോലും ഇവർ ഉപയോഗിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്, അവരുടെ തക്കിയ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് അവർ അത്യാവശ്യത്തിന് നുണയൊക്കെ പറയാമെന്ന് പറഞ്ഞ പോലെ അത്യാവശ്യത്തിന് യോഗയൊക്കെ നമുക്ക് ചെയ്താലും വേണ്ടില്ല, ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇനി അവർ വെൽ ട്രെയിൻഡ് PE trainers are being sent state to impart training to PFI members in weapon handling and explosives. We have shortage of trainers and numbers of potential trainees are very large. Resourceful candidates should be identified and trained to become basic PE course instructors, secondary PE course instructors and PE masters. Further, we do not have so far proper secluded training centers, locations for conducting advanced PE courses. മഞ്ചേരിയിലുള്ള അത്തരമൊരു സെൻ്ററാണ് NIA അടച്ചുപൂട്ടിയത്. To meet the challenge, state units should acquire plots in Muslim-dominated localities or remote locations in order to set up proper training facilities and depot for stockpiling of arms and explosives. Locations of these centers should be under the know-how of only selected persons. We have a long way to cover in order to train all PFI cadres and sympathizers in basic PE as well. ഇനി അടുത്തത്, collection of information against Hindu Sangh Parivar leaders. അത് കാണാം. It is imperative to collect and keep ready detailed information about the personal details of Hindu RSS leaders and locations of their offices before the stage of final showdown comes. The information wings at various levels should keenly follow up and update their database. Tracking their activities would also help us in responding against their atrocities. Keeping in view the importance of information wing in the roadmap of our final goal, the working of the wing at all levels needs to be strengthened and sharpened. In external help, in the scenario of full-fledged showdown with the state, apart from relying on our trained PE cadres, we would need help from friendly Islamic countries. In the past few years, PFI has developed friendly relationship with Turkey, a flag bearer of Islam. എന്തുകൊണ്ടാണ് തുർക്കിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു, ക്രിസ്ത്യൻ പള്ളിയൊക്കെ മുസ്ലിം പള്ളിയാക്കിയിട്ടൊന്നും ഇവിടുത്തെ ഒരു കാക്കാനും ഒരു പ്രശ്നവുമില്ല. അതേസമയം തിരിച്ചായിരുന്നുണ്ടെങ്കിൽ നിലവിളിയായിരിക്കും കേട്ടോ, സേവ് ഇസ്ലാം, ഇസ്ലാം ഡേഞ്ചർ, ഇസ്ലാം ഖത്തറേമേ ഹേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കച്ചറയായിരിക്കും. എന്തായാലും തുർക്കി എന്ന് പറയുന്നത് ഒരു ഖിലാഫത്തായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. എർദുഗാൻ എന്ന് പറയുന്നത് അവരുടെ ഖലീഫയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്നത് പോലെ ഫ്ലാഗ് ബെയറർ ഓഫ് ഇസ്ലാം എന്നാണ് തുർക്കിയെ വിശേഷിപ്പിക്കുന്നത്. എഫേർട്സ് ആർ ഓൺ ടു കൾട്ടിവേറ്റ് റിലയബിൾ ഫ്രണ്ട്ഷിപ്പ് ഇൻ സം അതർ ഇസ്ലാമിക് കൺട്രീസ്. ഇതാണ് ഈ വിഷൻ ഡോക്യുമെൻറ്റ് 2047 അതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ച കാര്യങ്ങൾ. ഞാനത് പറഞ്ഞത് വിശദമാക്കിയത് ഇതുപോലെ നീട്ടി വലിച്ച് പരത്തി പറഞ്ഞത് ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ പണി, ഈ പോക്കരിത്തറ, ഈ കുത്തിത്തിരിപ്പ് ഇത് വേറെ ആരും ചെയ്യുന്നില്ല. ഇത് ഹിന്ദുക്കൾ ചെയ്യുന്നില്ല, ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല, ജൂതന്മാർ ചെയ്യുന്നില്ല, ഇത് ബുദ്ധമതക്കാർ ചെയ്യുന്നില്ല, ജൈനന്മാർ ചെയ്യുന്നില്ല, സിഖുകാർ ഇപ്പോൾ കുറച്ച് നമ്മളെ ഖാലിസ്ഥാനികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്രയും ഒരു കോമ്പറ്റീഷനായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ അവിടെ മുഴച്ച് നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം പേ പിടിച്ച പട്ടി എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. ബാക്കിയുള്ള പട്ടികൾക്ക് പേ പിടിച്ചിട്ടില്ല. പേ പിടിക്കുമ്പോൾ നമുക്ക് പിന്നാലെ കൂടാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ പേപ്പട്ടിയെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുതന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. എന്നാലാണ് ഈ വിഷയം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇവിടെ വായിച്ച് കേട്ട കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സാധനം അതൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാമൂഹിക സന്നദ്ധ സേവന സംഘടനയായിട്ടല്ല ഇവിടെ നിലനിന്നിരുന്നത്. അവർ അതിൻ്റെ മറവിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പച്ചയായ ഭീകരവാദം തന്നെയായിരുന്നു. ഇന്ത്യയെ അതിൻ്റെ ജനാധിപത്യ മതേതര സ്വഭാവം തകർത്തുകൊണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ അവിടെ മാറ്റിവെച്ച് അവിടെ അവിടെ ഖുർആൻ തിരുകാൻ വേണ്ടി തന്നെയാണ് അവർ ഇറങ്ങി തിരിച്ചിരുന്നത്. മനുസ്മൃതി എന്ന് പറയുന്നത് ഈ സംഖ്യകൾ തന്നെ കൊല്ലുമാവോ പോട്ടെ, അതാണ് അവർ വിചാരിച്ചിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത്. അത്
പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ പറയുന്ന ഒരു ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2024 എടുക്കുമ്പോൾ അതിലെ ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 എണ്ണവും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. 1 ഐസിസ് ആണ്, 2 ഹമാസ് ആണ്, 2 ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, ഓക്കെ, JNIM, 4 അൽ ഷബാബാണ്. 4 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. സത്യത്തിൽ ഈ ലിസ്റ്റിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യതയുള്ളൊരു സംഘടനയായിരുന്നു നമ്മൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്, അഥവാ ICC എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യ എന്ന്, ISIS ഇന്ത്യ എന്ന് കൂടി ചേർക്കാമല്ലോ, നമുക്ക് അറ്റത്തൊരു ഐയും കൂടി ചേർക്കുമ്പോൾ നല്ല രസമുള്ളൊരു പേരായി മാറും. അങ്ങനെ ICC ആകാനുള്ളൊരു സാഹചര്യം, അതിലേക്ക് വലിയ സ്വപ്നം കൊണ്ട് നടന്നിരുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ആ സ്വപ്നമൊക്കെ ഇതുപോലെ മൂഞ്ചിപ്പോയിട്ട് അവിടെ ജയിലിൽ കടന്ന് ഉണ്ടേ നിന്ന് ഇങ്ങനെ ഇടി കുത്തും കൊള്ളുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തടഞ്ഞതാരാണ്? അതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് നമുക്കിതിവിടെ തടയാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് ഇന്ത്യ ഇന്ന് ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജാഗരൂകരായിട്ടിരിക്കുന്ന നമ്മളെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. അതിന് വലിയൊരു ബിഗ് ഹാൻഡ് നമ്മൾ അവർക്ക് കൊടുക്കണം. അത് നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ ഇത് കേൾക്കുന്ന മുറയ്ക്ക് നിങ്ങളൊരു ഹാർട്ട് സിമ്പൽ അവിടെ ഇട്ട് അത് കൊടുക്കുക. ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. പക്ഷേ ഇത് നിങ്ങൾ രേഖപ്പെടുത്തണം. ഇത് അവർക്കൊരു എൻകറേജ്മെൻ്റ് ആകണം എന്നാണ് ഞാൻ പറയുക. ഞാൻ യാത്ര ചെയ്യുന്ന എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ഒരു NIAയുടെ ഒരു ഓഫീസിൻ്റെ ബിൽഡിംഗ് പുതിയത് ഇവിടെ പണിതത്, അതിന് മുന്നിൽ കൂടെയാണ് എല്ലാ ദിവസവും ഞാൻ പോവാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തിനാണ് കേരളത്തിൽ ഇവിടെ ഇത് നടക്കുന്നത്, ഇവിടെ ഇത് എന്തിനായിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് പോവാണ്. ഒരു വലിയൊരു അത്യാവശ്യം തന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് നിലനിർത്താൻ ഇതുപോലെ അഹോരാത്രം കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ടാവുമ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. എല്ലാ രീതിയിലും നമ്മൾ പിന്തുണ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അത് ചെറിയ കാര്യമല്ല. ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത്, ഇവിടുത്തെ BJP സർക്കാർ വന്നതിന് ശേഷം നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് വലിയ തോതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മളിവിടെ എടുത്ത് പറയേണ്ടതായിട്ട് വരും. അത് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് മുന്നേ. അതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ എടുത്ത് പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുള്ളത്, എൻ്റെ ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു തവണയും കൂടി BJP വരണം എന്നാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയുടെ വലിയ മഹത്വം കൊണ്ടോ ഒന്നുമല്ല. ഒരു നറേറ്റീവ് ഇവിടെ പൊളിയാൻ ഒരു 2 തവണയും കൂടി BJP വരണം എന്നാണ് ഞാൻ പറയുക. ഒരു തവണയും കൂടിയല്ല, ഒരു 4 തവണയും കൂടി, മീൻസ് ഒരു 4ാമത്തെ തവണയും കൂടി വന്നാൽ ഒരു നറേറ്റീവ് പൊളിയും. പിന്നെ ഇവിടെ ഒരിക്കലും ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും അതുപോലെ ഒരു തല പൊക്കാനുള്ളൊരു വേദി ഇന്ത്യക്ക് പിന്നെ കൊടുക്കാൻ കഴിയില്ല. എന്താണത്? ഇവിടെ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നൊരു സാധനം, മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു നറേറ്റീവ്, അത് നിറം പിടിപ്പിച്ച് പൊലിപ്പിച്ചും തന്നെയാണ് ഇവിടെ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇവിടെയുള്ള കംപ്ലീറ്റ് മുതലെടുപ്പും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇനി അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാന വഴി ഞാൻ കാണുന്നത് BJP 2 തവണയും കൂടി ഇവിടെ ഭരണത്തിലേറണമെന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിക്ക് ആര് വേണേലും ആയിക്കോട്ടെ, പക്ഷേ BJP ഇവിടെ ഭരണത്തിൽ വരണം. ആ ഒരൊറ്റ കാരണത്തിന്. കാരണം അത് അവസാനിപ്പിച്ചാൽ തന്നെ ഇവിടെ മുസ്ലിങ്ങളുടെ ജീവിതം ഇവിടെ മെച്ചപ്പെടും. മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് ഇവിടെ മെച്ചപ്പെടും. എങ്ങനെ? കാരണം നമ്മളിവിടെ കണ്ടു, ഈ വിഷൻ ഡോക്യുമെൻറ്റിലും ഈ കോടതിയുടെ ഡോക്യുമെൻറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? മുസ്ലിങ്ങൾക്ക് അത്രേമേ ഹേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവരിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം. അത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാക്കണം. ഹിന്ദുക്കൾക്കെതിരെ തിരിയാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം, അവരെ നമ്മൾ റാഡിക്കലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ റാഡിക്കലൈസിങ് പ്രോസസ്സിന് അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഈ സാധനമാണ്. മുസ്ലിം വിരുദ്ധത ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന സാധനം. 20 വർഷം ഇന്ത്യയിൽ BJP ഭരിച്ചിട്ട് ഉണ്ടാകാത്തൊരു മുസ്ലിം വിരുദ്ധത അത് ഇനി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 2 തവണയും കൂടി BJPയുടെ വരണമെന്ന്. അത് തന്നെ വന്നാൽ തന്നെ അത് മെച്ചപ്പെടുന്നു മാത്രമല്ല, അത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ മതചിന്തയും ഇതുപോലുള്ള തീവ്രവാദത്തിലേക്ക് കടന്നു ചെല്ലുന്നതൊക്കെ കുറച്ചുകൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടിക്കുന്നതിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും. ഇവിടെ പറയാറുണ്ട്, എന്താണ്, നമ്മളുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്നു, മറ്റുള്ള മേഖലയിൽ സൈഡ് ലൈൻ ചെയ്യുന്നു, സൈന്യത്തിലില്ല, ഗവൺമെൻറ് ജോബിലില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ആരോ തടഞ്ഞതാണെന്ന് പറയാം. അല്ല, സൈന്യത്തിൽ ചേരരുത്, അത് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കാരണം കാഫിറിൻ്റെ കൂടെ നിങ്ങൾ സൈന്യത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനെതിരെ വെടിവെക്കേണ്ടി വരുമ്പോൾ പാകിസ്ഥാനി മുസ്ലിമാണ്, മുസ്ലിമിനെ വെടിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത് മദ്രസകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നു. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതേപോലെ ഗവൺമെൻറ് ജോബ് അതിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്താണ്? അത് അനിസ്ലാമികമാണ്, അത് കാഫിറുകൾക്ക് അത് മാത്രമേ പറ്റുള്ളൂ, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം
അത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ഡിസ്ക്രിമിനേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ സത്യത്തിൽ ആ ഡിസ്ക്രിമിനേഷൻ ഇറ്റ് വാസ് നോട്ട് ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് വാസ് ഫ്രം വിതിൻ എന്നതാണ് അതിൻ്റെ കാര്യം. അത് സ്വയം അത് വരുത്തി വെച്ചതായിരുന്നു. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തോടൊപ്പം മുന്നോട്ട് നിൽക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതിനുവേണ്ടി മുന്നോട്ട് വന്നാലാണ് ഇത് മെച്ചപ്പെടുള്ളൂ എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടണമെങ്കിൽ ആദ്യം ഈ ഭയമില്ലാതെയാകണം. ഈ ഭയമില്ലാതെയാകണമെന്നുണ്ടെങ്കിൽ ഉപദേശിച്ച് നമുക്ക് മാറ്റാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങളകത്ത് ഉള്ള ആളുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഖത്തറേമേ ഹേ എന്നായതുകൊണ്ട് അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ അതിനുള്ള വഴി അത് പുറത്താണ്. ആ വഴി, അതിലേറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് BJP ഒരു 2-3 തവണയും കൂടി ഭരണത്തിൽ ഇരിക്കുക എന്നത് തന്നെയാണ്. ഇനി ഇവർ ഈ പറയുന്ന പോലെ ഇസ്ലാമിക് ഗ്ലോറി ഇവിടെ ഉണ്ടാക്കുന്നതാണല്ലോ പറഞ്ഞത്. ആ ഗ്ലോറി എന്താണെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു, പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ താലിബാനിലേക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം, ഇറാനിലേക്ക് നിങ്ങൾക്ക് നോക്കാം, യമനിലേക്ക് നോക്കാം, സുഡാനിലേക്ക് നോക്കാം, നൈജീരിയയിലേക്ക് നോക്കാം, പല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കാണല്ലോ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പം, ഷോർട്ട് സൈറ്റുള്ള ആളുകളായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് താലിബാനിലെ വാർത്തകൾ നിങ്ങൾക്ക് വായിക്കാം. അതായത് അവിടെയുള്ള സ്ത്രീകൾ ആ ഒരു അവരെ കല്ലെറിഞ്ഞു കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോലും ആ നിയമങ്ങൾ തിരിച്ചുകൊണ്ട് വരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അവസ്ഥ വരുന്നു. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇതാണ് ഇസ്ലാമിക് ഗ്ലോറി എന്ന് പറയുന്നത്. ഒരു ഇസ്ലാമിക് ശരിയ നിയമം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്നിവിടെ കടന്ന് പാട്ടും ഡാൻസും പാടിക്കൊണ്ട് നടക്കുന്ന കാഫിറിന് പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വരുന്നിടത്താണ് അതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ തുടക്കത്തിലും പറഞ്ഞു, ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യയായിട്ട് നിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജൂതവിരുദ്ധതയെക്കുറിച്ച് പോലും പറയുമ്പോൾ ആ ജൂതരാഷ്ട്രം അവർ താമസിച്ചിരുന്ന അവരുടെ ആ ഒരു വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് ഒരു കാലത്ത് അവിടെ ജീവിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് പല സ്ഥലങ്ങളിലേക്കും ചെതറി ഓടിയപ്പോൾ ഇന്ത്യയിലേക്ക് പോലും ജൂതന്മാർ വന്നിട്ട് ഒരു ജൂതന് പോലും ഇന്ത്യയിൽ വെച്ചുകൊണ്ട് ഒരു പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ഇൻക്ലൂസിവിറ്റി തന്നെയാണ് എന്നതാണ് അതിൻ്റെ കാര്യം. അത് മുസ്ലിങ്ങൾ ആദ്യം അംഗീകരിക്കണം. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇതുവരെയും അത് മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താണ്? ഇൻക്ലൂസീവ് ആവുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ 7 അയലത്ത് വരുന്ന ഒരു തത്വമല്ല. ഇസ്ലാമിനെപ്പോഴും ഉള്ള തത്വം എന്ന് പറയുന്നത് പിടിച്ചടക്കുക, സാമ്രാജ്യത്വം തന്നെയാണ്, ഫാഷിസം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അതായത് ഒരു കാഫിറിൻ്റെ ഒരു മുസ്ലിം ഒരു കാഫിർ അവിടെ വന്നു കഴിഞ്ഞാൽ ആ മുസ്ലിമിൻ്റെ മുന്നിൽ കാഫിറിന് പിന്നെ 3 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ മതം മാറുക, അതല്ലാന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുക, അതും അല്ലാന്നുണ്ടെങ്കിൽ മതം മാറുന്നത് വരേക്കും ആ ജിസിയ കൊടുത്ത് അവിടെ താമസിക്കാനുള്ള ഒരു പെർമിഷൻ വാങ്ങി നാണം കെട്ട രീതിയിൽ ഹ്യൂമിലിയേഷൻ ടാക്സ് പേ ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ മുന്നിൽ ഒരു കാഫിറിനുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതല്ല ഹിന്ദുവിൻ്റെ മുന്നിൽ ഒരു മുസ്ലിമിനുള്ളത്, അതല്ല ഹിന്ദുവിൻ്റെ മുന്നിൽ ഒരു ജൂതനുള്ളത്, അതല്ല ഹിന്ദുവിൻ്റെ മുന്നിൽ മറ്റേതൊരു മതത്തിൻ്റെ ഉള്ള ആൾക്കുള്ളത്. അവിടെ അവൻ്റെ വിശ്വാസം അവനൊരു പ്രശ്നമേ അല്ല എന്നത് തന്നെയാണ്. എന്തായാലും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം. ഇത് പണ്ട് പറഞ്ഞതിനാണ് നമ്മളുടെ മുഹമ്മദ് കാക്കാനെ, നമ്മളുടെ ബാബറി മസ്ജിദിൻ്റെ പല കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടെത്തിച്ച് അദ്ദേഹം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി പഞ്ഞിക്കിട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണ്? ഇന്ത്യ ഈസ് സെക്യുലർ ഓൺലി ബിക്കോസ് ഇറ്റ്സ് എ ഹിന്ദു മെജോറിറ്റി കൺട്രി ആൻഡ് ഇറ്റ്സ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിന്ദുയിസം എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയുകയാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ആ ഹിന്ദുയിസത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഭഗവതിയുടെ മേന്മയായിട്ടോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. എന്തു തന്നെയല്ല അവർ കൊണ്ടു നടക്കുന്ന ആ ഒരു മോറൽ വാല്യൂ എന്ന് പറയുന്നത് അത് അന്യമത വിദ്വേഷമല്ല, അത് അന്യമതത്തെ പിടിച്ചടക്കണമെന്നുള്ളതല്ല, അത് കൺവേർഷൻ അല്ല, അത് ഒരു ഇൻക്ലൂസിവിറ്റി തന്നെയാണ് എന്നതാണ്. അതിൻ്റെ ഇടയിലുള്ള ജാതി വിവേചനം അതൊക്കെ മറ്റു വിഷയങ്ങളാണ്. അത് അവർ തന്നെ സ്വയം അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആശയം കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് അത് അംഗീകരിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതേസമയം ഒരു തരത്തിലും പരിഷ്കരിക്കപ്പെടില്ല എന്ന് വാശിയുള്ള മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുത്വത്തെക്കുറിച്ച് പറയൂ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇടുന്ന കാക്കാമാരെ അറിയാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ഒരു കാരണം കാണിച്ചതാണ്, ഇതുപോലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തെ വിമർശിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ കാണിക്കുക. ഒരു ഭീകര പ്രവർത്തനം, ഒരു സൂയിസൈഡ് ബോംബിങ് ഒരു ഹിന്ദു നടത്തിയതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ കൊണ്ടെത്താം എന്നാൽ നമുക്ക് പറയാം. അതല്ലാതെ ഇതുപോലെ മറ്റൊരു രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഹിന്ദു മതം ഉപയോഗിച്ചതിൻ്റെ പേര് നിങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അതല്ലാതെ വെറുതെ ഇസ്ലാമിനെ പറയുമ്പോൾ അവിടെ ഹിന്ദുവിനെ പറയണമെന്ന ആ ബാലൻസ് കെ നായർ കളിക്കാൻ എന്നെ കിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം എനിക്കെപ്പോഴും പറയാനുള്ളത്. അതിവിടെ നമ്മൾ പറയുന്നു. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്, എന്തുകൊണ്ടാണ് RSSനെ നിരോധിക്കാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്
നന്നായി എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് RSSനെ നിരോധിക്കണമെന്ന് പറയുന്നതിൽ ആ പൊള്ളത്തരം അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയാണിത്. RSSനെ നിരോധിക്കാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട്, നമ്മളിപ്പോൾ കണ്ട പോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഇന്ന കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ അക്കമിട്ട് നിങ്ങൾ എഴുതും. 1 ഇന്ന കാരണം, 2 ഇന്ന കാരണം, 3 ഇന്ന കാരണം എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി കൊടുക്കും. കേരളത്തിൽ നിന്ന് അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അടക്കം ഇവിടുന്ന് കത്തെഴുതിയിട്ടുണ്ട്. 8ഓളം സംസ്ഥാനങ്ങൾ കത്തെഴുതിയിട്ടുണ്ട് കേന്ദ്രത്തിന് പല കാലങ്ങളിലായിട്ട്. അതാണ് BJP സർക്കാർ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് അത് നിരോധനത്തിലേക്ക് വഴിവെക്കുന്നത്. അത് മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് ഇതിൽ ഒച്ചയമ്പകളുണ്ടാക്കി RSSനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഏതായാലും ഈ നമ്മളുടെ ഒരു സുഹൃത്ത് ഇദ്ദേഹം പറഞ്ഞ വാചകം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് RSSനെ നിരോധിക്കുന്നില്ല, എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടുകാർ ഹിന്ദുക്കളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ വേണ്ടി തന്നെയാണ് പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ RSSകാർ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ അല്ല പദ്ധതി ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പദ്ധതി അവർക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇത് വിയോജിപ്പുള്ള ആളുകളുണ്ടാകാം, വിയോജിപ്പുള്ള ആളുകളുണ്ടാകും. ഏതായാലും എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. RSS ഇവിടുത്തെ മുഴുവൻ മുസ്ലിംസിനെ മുക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭാഗ്യത്തിന് ഇതേപോലെ ഒരു മുസ്ലിമും കൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്നെ വലിയ മൂത്ത സംഖ്യയാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ 2ാം ഭാഗവും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നീണ്ടുപോയിട്ടുണ്ടെന്നറിയാം, എന്നാലും സാധാരണ ഞാൻ വിചാരിച്ചത്ര നീണ്ടുപോയിട്ടില്ല. കുറച്ചുകൂടി നീട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് നന്ദി. അതുകൂടാതെ വാച്ച് ചെയ്ത ഒരു 100 ആളുകളാണ് ലൈവായിൽ ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഡെമോക്രസിയിൽ എങ്ങനെയാണ് മീഡിയ വർക്കൗട്ട് ആവുന്നത്, ഇൻ്റർനെറ്റ് അതിനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്നുള്ളത് ഇതുപോലെയാണ്. മാധ്യമങ്ങൾ ഇവിടെ മൂടി വെച്ചാലും ഈ വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾക്കും ഭാഗമാകാം. ഈ വീഡിയോ കട്ട് മുറിച്ച് എങ്ങനെ എന്ത് രൂപത്തിലാക്കിയിട്ടാണെങ്കിലും നിങ്ങൾ പ്രചരിപ്പിക്കുക, പല ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? ഇവർ ഈ RSSനെ പഴിചാരിക്കൊണ്ട് സ്വന്തം മുഖമാണ് രക്ഷിക്കാൻ നോക്കുന്നത് എന്ന ആ ഒരു കാപട്യത്തെ നിങ്ങൾ തുറന്നു കാണിച്ചേ പറ്റുള്ളൂ. RSS എന്ത് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് RSSനെ പറയുന്നതിൻ്റെ കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പോക്കിരിത്തരം അത് പുറത്ത് വരരുത് എന്നൊരൊറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. RSSൻ്റെ പോക്കിരിത്തരം അത് പറയുമ്പോൾ നമുക്ക് പറയാം. അതല്ലാതെ ഇവരുടേത് ചൂണ്ടിക്കാണിക്കും RSSകാരനാണെന്ന് പറയുന്ന ആ പരിപാടി അതിൽ നിങ്ങൾ വീണു പോകരുത്. അത് അവരുടെ തന്ത്രം തന്നെയാണ്, കുതന്ത്രം തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ട് നിന്നാൽ ഇന്ത്യയെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അവിടെ NIAയോ അതല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളോ ഗവൺമെൻറ്റോ എടുക്കുന്ന പരിപാടിയിൽ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ചെറിയ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ചെറിയ ഭാഗം ഒരു കാര്യമെങ്കിലും ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ആ സുരക്ഷയ്ക്ക് നിങ്ങൾക്കും ഒരു ഭാഗമാകാൻ കഴിയും എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇവിടുത്തെ സൈന്യം അതുപോലെയുള്ള ആളുകളൊക്കെ പണിയെടുക്കുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. നമുക്ക് വലിയ വിഷമം ഉണ്ടാവാറുണ്ട്, നമുക്കൊന്നും അത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു കാര്യമാണ്. സൈനികരായിട്ടുള്ള ആളുകളുടെ പണി പോലും നിങ്ങൾക്ക് കുറച്ചു കൊടുക്കാൻ കഴിയും എന്നുമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതിനും കൂടിയാണ് ഈ വഴി വെക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ആർമിയെക്കുറിച്ചൊക്കെ നിങ്ങൾ അഭിമാനം കൊള്ളുമ്പോൾ നിങ്ങൾ ഇത് തരത്തിലുള്ളൊരു സഹായം കൂടി ചെയ്തു കൊടുത്താൽ അവരുടെ പണി നിങ്ങൾക്ക് ലഘൂകരിച്ച് കൊടുക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയാനുള്ളത്. അതുകൂടാതെ മറ്റു പല ആക്ടിവിറ്റീസും ഞാൻ പറഞ്ഞു. ഈ ഡീറാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട് ഭീകരവാദ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ചെറിയ പിള്ളേർ, നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയയിലൊക്കെ 10-15 വയസ്സുള്ള കുട്ടികളെയാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലും ഇതേ പ്രായത്തിലുള്ള ആളുകളെ അവർ ഇതേപോലെ ആകർഷിക്കപ്പെട്ട് ഇതുപോലെ വലിയ വിഷം നേരിടുന്നത് നമ്മളുടെ അടുത്ത് മാതാപിതാക്കൾ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്തൊക്കെ പറയുമ്പോൾ അവരെയും കണ്ടെത്തി സംസാരിച്ച് അതിനുവേണ്ടി അവരെയും ഡീറാഡിക്കലൈസ് ചെയ്യാനുള്ള പണിയിൽ പോലും നമ്മൾ സമയം കണ്ടെത്തി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്യുന്നു. ചിലപ്പോൾ ലീവ് എടുത്ത് പോലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് എന്ന് വരുന്നിടത്താണ് അണ്ണാറക്കണ്ണൻ നമ്മളായി മാറുന്നത് എന്ന് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങളെക്കൊണ്ടാവുന്ന പരിപാടികൾ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ഈ രാജ്യത്തിന് ആ രാജ്യം അതൊരു ഡെമോക്രാറ്റിക് ഒരു സെക്യുലർ രാജ്യമായിട്ട് നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്ന പോലെ ആ കപടമായ സേവ് ദ റിപ്പബ്ലിക് അല്ല, ഒറിജിനൽ ആയിട്ടുള്ള റിയൽ പ്യുവർ സേവിങ് ദ റിപ്പബ്ലിക് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങൾക്ക് സാധിക്കാനുള്ള പരിപാടികളിൽ നിങ്ങൾ ഭാഗമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തൽക്കാലം ഞാൻ നിർത്തുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.